ലോകത്തിൽ എവിടെയൊക്കെ തത്വചിന്തകൾ ഉണ്ടായിട്ടുണ്ടോ ആ തത്വചിന്തകളുടെയൊക്കെ തുടക്കം പ്രപഞ്ചത്തിൽ ജനിച്ച് വീണ ഓരോ മനുഷ്യബോധവും ആദ്യമായി ചിന്തിച്ചത് ഞാൻ ആരാണ്, എനിക്ക് ചുറ്റും കാണുന്നത് എന്താണ്, ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അന്വേഷണങ്ങൾ. ഈ അന്വേഷണങ്ങൾക്ക് പല ആളുകളും പല രീതിയിൽ ഉത്തരം പറഞ്ഞു. ലോകത്ത് അനവധി തരത്തിലുള്ളതായ ഉത്തരങ്ങൾ ഉണ്ടായി. പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് ചോദ്യം എന്താണ്? ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതാണ് ചോദ്യം. എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം വിന ന കാര്യോൽപത്തി. ഏത് ശാസ്ത്രവും ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഒരു യുക്തി വേണം നമുക്ക്. അപ്പോൾ കാരണമില്ലാതെ കാര്യം ഉണ്ടാവുകയില്ല. എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഉണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. എത്ര ധൂമഹ തത്ര തത്ര അഗ്നിഹി എന്ന് വേദാന്ത ചിന്തയിൽ എപ്പോഴും ആവർത്തിച്ച് പറയുന്നതായ ഒരു ഉദാഹരണമാണ്. എന്തിന്? ഈ കാര്യകാരണ ബന്ധത്തെ സൂചിപ്പിക്കാൻ. അപ്പോൾ ഈ പ്രപഞ്ചമുണ്ട് എന്നത് ശരിയാണെന്നിരിക്കെ, ഈ പ്രപഞ്ചത്തെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നിരിക്കെ, അവിടെ ഞാനുണ്ട്, നീയുണ്ട്, അവരുണ്ട്, ഇവരുണ്ട്, അത് സ്ത്രീ പുരുഷ ഭേദങ്ങൾ, ജീവനുള്ളത് ജീവനില്ലാത്തത് എന്നിങ്ങനെയുള്ള ഭേദങ്ങൾ, ഇങ്ങനെ അനവധി തരത്തിലുള്ളതായ ഭാവങ്ങളിൽ ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിനൊരു കാരണമുണ്ട്. ആ കാരണത്തെ ഈശ്വരൻ എന്ന് വിളിച്ചു. ആ ഈശ്വരന് പല രൂപങ്ങൾ ലോകത്തിലെ വിവിധങ്ങളായിരിക്കുന്ന തത്വചിന്തകർ നൽകി. ചോദ്യമാണ് കുഴപ്പം. ചോദ്യം എന്തായിരുന്നു? ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതായിരുന്നു ഈ ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോഴും എല്ലാവരും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഇനി ആരും സൃഷ്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തന്നെത്താൻ ഉണ്ടായതാണോ അതിനും കുഴപ്പമില്ല, രാസമാറ്റമാണോ ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം അതിനും വിരോധമില്ല, ഇനി ജീവശാസ്ത്രപരമായിരിക്കുന്ന ജൈവമായ പ്രക്രിയകളുടെ ഫലമായിട്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എങ്കിൽ അങ്ങനെയുമായിക്കൊള്ളട്ടെ. ഭാരതീയർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഈശ്വരന്മാര് അനവധി രൂപങ്ങളുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. ആ രൂപങ്ങളിലുള്ള ഏത് ഈശ്വരന്മാരുമായിക്കോട്ടെ അതും ഭാരതീയർക്കൊരു പ്രശ്നമായിരുന്നില്ല. അതുകൊണ്ടാണ് ഭാരതത്തിൽ 33 കോടി ദേവതകളും അതിനനുസരിച്ചിട്ടുള്ള അനവധി തരത്തിലുള്ള പുരാണ കഥകളും വ്യത്യസ്തങ്ങളായിരിക്കുന്ന ദർശനങ്ങളും ഒക്കെ ഭാരതീയര് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭാരതീയരുടെ ചോദ്യം എന്തായിരുന്നു? ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്നതായിരുന്നില്ല ഭാരതീയരുടെ ചോദ്യം. ഭാരതത്തിൽ ഉണ്ടായതൊന്നും തത്വചിന്തകളല്ല, ദർശനങ്ങളാണ്. അപ്പം എന്തായിരുന്നു ഋഷീശ്വരന്മാർ ചോദിച്ചത്? ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ ചോദിച്ച ചോദ്യം, ഈ പ്രപഞ്ചം എങ്ങനെ വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എന്തിന് എന്നതാണ്. എന്തിനാണ് ഈ പ്രപഞ്ചം? ഈശ്വരനാണ് സൃഷ്ടിച്ചത്, ആയിക്കോട്ടെ, എന്തിന്? ഞാനുണ്ടായി, നിങ്ങളുണ്ടായി, ഞാനും നിങ്ങളും എന്നതായ ഈ ഭാവങ്ങൾക്കൊക്കെ അടിസ്ഥാനമായി പല കാരണങ്ങളും പലവിധ ശാസ്ത്ര ചിന്തകളായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഋഷീശ്വരന്മാർ ഒരൊറ്റ ചോദ്യമാണ് ഇവിടെ സ്വയം അവനവനോട് തന്നെ ചോദിച്ചത്. ആ ചോദ്യം ഈ പ്രപഞ്ചം എന്തിന് എന്നതാണ്. ഞാൻ എന്തിന്, നീ എന്തിന്, ഇതൊക്കെ എന്തിനാണ്? അല്ല പിടുത്തമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പോൾ ഭാഗവതം കേൾക്കാനിരിക്കുന്നത് എന്തിനാണ്? പ്രയോജനമനുദ്ദിശ്യ മന്ദോപി പ്രവർത്തതേ എന്നൊരു പ്രമാണമുണ്ട്. ഒരു പ്രയോജനവുമില്ലാതെ മന്ദബുദ്ധികൾ പോലും ഒന്നും ചെയ്യുന്നില്ല എന്നിരിക്കെ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്തെങ്കിലും ഒരു പ്രയോജനം മനസ്സിൽ കണ്ടുകൊണ്ടാണ്. അതെന്താണ് ആ പ്രയോജനം? മോക്ഷം കിട്ടാനാണ് എന്നുള്ളവരൊന്ന് കൈപൊക്കണം. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കരുത്. എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അപ്പുറത്തുള്ളവരെ നോക്കും, ആരൊക്കെ കൈ പൊക്കണേ, എന്നിട്ട് വേണം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ, അല്ലേ? എന്ത് മോക്ഷം വേണമെങ്കിൽ ആയിക്കോട്ടെ, മോക്ഷം കിട്ടാനാണ് എന്നുള്ളവരൊന്ന് കൈപൊക്കണം. കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ലാത്ത ചില ആവശ്യക്കാരിവിടെ ഉണ്ട്. അതെന്താണെന്ന് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവസാനം ഉണ്ടാവുകയില്ല, അല്ലേ? ആരും എന്തായാലും ഒരു പ്രയോജനവുമില്ലാതെ അല്ല ഇവിടെ ഇരിക്കുന്നത്. കൃത്യമായ ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ് ഇവിടെ എല്ലാവരും ഇരിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾ ചുറ്റും നോക്കിക്കോളൂ, ഈ പ്രകൃതിയിലെ ഏത് തരത്തിലുള്ളതായ ചലനങ്ങൾക്കും കൃത്യമായ ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയാണ് ചലനം എന്ന് പറയുന്ന പ്രക്രിയ പോലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ പിന്നെ ഇത്രയും ബൃഹത്തായ ഒരു പ്രപഞ്ചം അത് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഉദ്ദേശമുണ്ട്. ഈ ചലനാത്മകതയിൽ നമ്മളും ഭാഗഭാക്കുകളാണെങ്കിൽ അതിനും ഒരു ഉദ്ദേശമുണ്ട്. ഈ ഉദ്ദേശം എന്താണ് എന്ന ചോദ്യം ആരംഭിച്ച കഥയാണ് ശ്രീമദ് ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ആരംഭ കഥ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്താണ് നമ്മൾ കേട്ടത്? ഈ പ്രപഞ്ചം ആര് സൃഷ്ടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെയൊക്കെ ഭാരതീയ പുരാണ സങ്കല്പം അനുസരിച്ചൊരു ഉത്തരം പറയാറുണ്ട്. എന്താ പറയാറ്? പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് ആരാ? ബ്രഹ്മാവ്. പ്രപഞ്ചത്തെ പരിപാലിക്കുന്നത് ആരാ? മഹാവിഷ്ണു. പ്രപഞ്ചത്തെ സംഹരിക്കുന്നത് ആരാ? ശിവൻ. ഇതാണ് നമ്മുടെ ഒരു സാമാന്യമായിരിക്കുന്ന പുരാണങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കുന്ന കുട്ടിക്കാലം മുതലേയുള്ള അറിവ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. ഉണ്ടാവുക, നിലനിൽക്കുക, നശിക്കുക. ഇത് ഒരു ചക്രമാണ്. ഈ ത്രിത്വത്തിലാണ് പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന ഒരു ആശയം നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ട് നമ്മുടെ പുരാണ ഭൂമികയിലെ കഥകളായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഭാഗവതം നമുക്ക് ഈ ഭാഗവതത്തിൻ്റെ പരമമായിരിക്കുന്നതായ ആ ദർശന അനുഭവത്തിലേക്ക്, ദാർശനിക അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ് ആദ്യമേ തന്നെ. എങ്ങനെ? ശ്രീശുക പരീക്ഷിത് സംവാദ രൂപത്തിൽ. ശ്രീശുക പരീക്ഷിത് സംവാദം എന്ന് പറയുമ്പോൾ പരീക്ഷിത്ത്, കഥ കേൾക്കുന്ന പരീക്ഷിത്തിന് ഏകദേശം എത്ര വയസ്സുണ്ടാവും? കണക്ക് പ്രകാരം 30-ാം വയസ്സിലാണ് അദ്ദേഹം രാജ്യഭാരം ഏറ്റെടുത്തത്. ആ സമയത്താണ് യുധിഷ്ഠിരാദികളൊക്കെ സ്വർഗാരോഹണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മഹാപ്രസ്ഥാനം നടത്തിയത്. ആ മഹാപ്രസ്ഥാനം നടത്തുമ്പോൾ യുധിഷ്ഠിരാദികളുടെ വയസ്സ് എന്ന് പറയുന്നത് 106 മുതൽ ഇങ്ങോട്ട് താഴത്തേക്കാണ്. അങ്ങനെ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് യഥാർത്ഥത്തിൽ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നുണ്ടല്ലോ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ്. അങ്ങനെ ഒരു രംഗം നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ അല്ലേ? കുതിരകളെ പൂട്ടിയതായ രഥത്തിൽ ഇങ്ങനെ അർജുനൻ ഇരിക്കുന്നു. അർജുനൻ്റെ മുമ്പിൽ ചാട്ടവാറ് ചമ്മട്ടിയും പിടിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരിക്കുന്നു. അതിമനോഹരമായി ഇരിക്കുന്നതായ മന്ദസ്മിതത്തോടുകൂടി ഭഗവാൻ ഇരുന്ന് ഉപദേശിച്ചു കൊടുത്തതായ ഭഗവത്ഗീത. മാമേ വൈഷ്യസ് സത്യം തേ പ്രതിജാനി പ്രിയോസിമേ. ഞാനിതാ സത്യം ചെയ്യുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. നീ മറ്റെല്ലാ ധർമ്മങ്ങളെക്കുറിച്ചുള്ള ആകുലതകളെയും വിട്ടുകൊണ്ട് എന്നെ ശരണം പ്രാപിക്കൂ എന്ന് പറഞ്ഞതായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ രൂപം മനസ്സിൽ തെളിയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ യുദ്ധസമയത്ത് അർജുനന് ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഏകദേശം എത്ര വയസ്സ് കാണണം? മഹാഭാരത യുദ്ധസമയത്ത് യുധിഷ്ഠിരൻ യുദ്ധം ചെയ്യുന്ന ആ കാലഘട്ടത്തിൽ യുധിഷ്ഠിരൻ്റെ വയസ്സ് ഏകദേശം കണക്ക് കൂട്ടി പറയുന്നത് 72. അപ്പോൾ 72 യുധിഷ്ഠിരനാണെങ്കിൽ ഭീമസേനന് 71. അങ്ങനെയാണെങ്കിൽ അർജുനന് 70. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന് അർജുനൻ്റെ സഖാവാണ്, സമപ്രായക്കാരനാണ്, 70 വയസ്സാണ്. ഞാൻ ഈ വയസ്സിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ കാരണം അങ്ങനെയുള്ളതായ ശ്രീകൃഷ്ണ ഭഗവാൻ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇവിടെ പാണ്ഡവർക്ക് വേണ്ടതായ രാജ്യത്തെയൊക്കെ കൊടുത്ത് ധർമ്മ സംസ്ഥാപനം ചെയ്തുവല്ലോ. ആ സംസ്ഥാപനത്തിന് വേണ്ടിയാണല്ലോ പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ എന്ന പ്രതിജ്ഞ പരിപാലിച്ചതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ കുലത്തെ സ്വയം സംഹരിച്ച് കാടിനുള്ളിലേക്ക് കയറിപ്പോയി ഒരു അശ്വത്ഥ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശംഖചക്ര ഗദാപത്മ സ്വരൂപങ്ങളായി അടയാളങ്ങളോടുകൂടി ഭഗവാൻ ഇങ്ങനെ ആകാശത്തിലേക്ക് നോക്കി. ബ്രഹ്മാവ്, ദേവതകളെ എല്ലാവരും ആകാശത്ത് വന്ന് നിന്നു. എന്തിനു വേണ്ടി? നിര്യാണം കണ്ട് ആസ്വദിക്കാൻ വേണ്ടി. നിര്യാണം കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ദേവന്മാരും ബ്രഹ്മാദികളും ഒക്കെ വന്നു ചേർന്നിരിക്കുന്നത് അല്ലേ? നിര്യാണം കണ്ട് ആസ്വദിക്കുക. നമ്മളൊക്കെ നിര്യാണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം കണ്ട് ആസ്വദിക്കാൻ നമ്മൾ ആരെങ്കിലും വരുമോ? ശ്രീമദ് ഭാഗവതത്തിൻ്റെ പദങ്ങളെ നമുക്കൊരിക്കലും വാച്യാർത്ഥത്തിൽ പ്രയോഗിച്ച് അതിൻ്റെ രസാനുഭൂതിയിലേക്ക് കടക്കാൻ സാധിക്കുകയില്ല. കാരണം ആ വാക്കുകളുടെ അന്തരാർത്ഥങ്ങളിലേക്ക് കടന്ന് എത്തണമെങ്കിൽ നമ്മൾ ഓരോ ശ്ലോകങ്ങളിലൂടെയും ആഴത്തിൽ ധ്യാനാത്മകമായി കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ പറഞ്ഞത് സ്വാദു സ്വാദു പതേ പതേ എന്ന്. അപ്പോൾ ആ നിര്യാണം കാണുന്നതിന് വേണ്ടി ആകാശത്ത് എല്ലാവരും വന്നു നിന്ന സമയത്ത് ഭഗവാൻ ഒന്ന് മന്ദഹസിച്ചു. ആ മന്ദഹാസത്തിന് ശേഷം പിന്നെ കാണുന്നത് എന്താ? ഏതോ വേടൻ അല്ലേ, ജരൻ എന്ന് പേരുള്ളതായ ഒരു വേടൻ്റെ കൂരമ്പേറ്റ് ആ ഭഗവാൻ കാലിന്മ കയറ്റി വെച്ചിരിക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ ആ ശരം വന്ന് നമസ്കരിച്ചിരിക്കുന്നു. ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. നിര്യാണം, ഭഗവാന്റെ നിര്യാണം കാണാനാണ് വന്നത്. നിര്യാണം എന്ന വാക്കിൻ്റെ അർത്ഥം തിരിച്ചുപോക്ക് എന്നാണ്. എവിടെന്നാ ഭഗവാൻ വന്നത്? വൈകുണ്ഠത്തിൽ നിന്നാണ്. വൈകുണ്ഠത്തിൽ നിന്നാണ് വന്നതെങ്കിൽ പോകേണ്ടത് തിരിച്ചെവിടേക്കാ?
വൈകുണ്ഠത്തിലേക്കാണല്ലോ. പക്ഷെ ഇതൊന്നും കാണാൻ ബ്രഹ്മാദി ദേവന്മാർക്കൊന്നും സാധിച്ചില്ല. അപ്പം ഭഗവാൻ പോയി എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. ബ്രഹ്മാദി ദേവന്മാർക്ക് എവിടേക്കാ പോയെന്ന് അവർക്ക് മനസ്സിലായില്ല. എവിടേക്കാ പോയത് എന്ന് ആകെ കൂടി മനസ്സിലായത് ആർക്കാ? ആ ഭഗവാനെ തന്നെ എപ്പോഴും ആശ്രയിച്ചിരിക്കുന്നവരായ നിത്യന്മാരും സിദ്ധന്മാരും ഇഷ്ടന്മാരും ഒക്കെ ആയിരിക്കുന്ന ഭഗവത് ഭക്തന്മാർക്ക് മനസ്സിലായി ഭഗവാൻ എവിടേക്കാ പോയെന്ന്. അവരാനന്ദിച്ചു. എവിടേക്കാ ഭഗവാൻ പോയത്? എല്ലാവരുടെയും ഹൃദയങ്ങളിലേക്കാണ് ഭഗവാൻ ഭാഗവത സ്വരൂപമായി വിലയിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് കഥ അവസാനിപ്പിക്കുന്ന ഇടമുണ്ടല്ലോ ശ്രീമദ് ഭാഗവതത്തിലെ. ആ കഥ അവസാനിക്കുന്ന ഇടം ഏത് കഥ? ധർമ്മസംസ്ഥാപന ലീല അവസാനിക്കുന്ന സമയം. ആ നിമിഷം, അത് ഇന്നേക്ക് ആ നിമിഷം കഴിഞ്ഞിട്ട് 5125 വർഷമായിരിക്കുന്നു. എന്ന് വെച്ചാൽ 18,70,835 ദിവസമായിരിക്കുന്നു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ മഹത്തരമായിരിക്കുന്നതായ ലീലകളൊക്കെ കഴിഞ്ഞ് നിര്യാണം എവിടേക്ക്? ഭഗവാൻ ഭക്തന്മാരുടെ ഹൃദയങ്ങളിലേക്ക് വിലയം പ്രാപിച്ചിട്ട്. അപ്പം നമ്മൾ ഇരിക്കുന്ന ഈ നിമിഷത്തിൽ ശ്രീമദ് ഭാഗവതത്തെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ആ ഭാഗവതം എന്ന് നടന്നു എന്നതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിക്കുന്ന അനവധി വ്യാഖ്യാതാക്കളുണ്ട്. അപ്പം എന്ന് നടന്നു? ഭാഗവതത്തിൻ്റെ കാലമേതാണ്? ഭാഗവതത്തിൻ്റെ രചനാ കാലഘട്ടം വെച്ചുകൊണ്ട് അത് വ്യാസൻ എഴുതിയതാണോ, അതോ ശ്രീശുകൻ എഴുതിയതാണോ, അതോ വ്യാസൻ്റെ ശിഷ്യപരമ്പരകൾ ആരെങ്കിലുമൊക്കെ പൂർത്തീകരിച്ചതാണോ, അതോ പിന്നീട് 18ാം നൂറ്റാണ്ടിന് തൊട്ട് മുമ്പുണ്ടായതാണോ, അതോ 12ാം നൂറ്റാണ്ടിലുണ്ടായതാണോ, അതോ ബുദ്ധൻ്റെ മുമ്പ് ഉണ്ടായതാണോ, അതോ ബുദ്ധന് ശേഷമുണ്ടായതാണോ എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരായ ആളുകളുടെ കൈകളിൽ ഈ ഭാഗവതം കിട്ടിക്കഴിഞ്ഞാൽ അവരിതിൻ്റെ കാലദേശങ്ങളെക്കുറിച്ച് വ്യവഹരിക്കാൻ തുടങ്ങുന്നു. പക്ഷേ സത്യത്തിൽ ഈ കാലദേശങ്ങളെ കൊണ്ട് വ്യവഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല ശ്രീമദ് ഭാഗവതം എന്ന പരമമായിരിക്കുന്ന ഒരു തത്വത്തെ പകർന്നു തരാനാണ് 2ാമത്തെ സ്കന്ധത്തിൽ 10 അധ്യായങ്ങളെ കൊണ്ട് ശ്രീശുകൻ ഈ ഭാഗവതത്തിൻ്റെ സ്വരൂപ വർണ്ണനയ്ക്ക് വേണ്ടി തുനിയുന്നത്. അപ്പം അവിടെ പരീക്ഷത്തിനെ ഇത് കേൾപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ പരീക്ഷിത് സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അത് നമുക്ക് അനുഭവിക്കത്തക്ക വിധം, എങ്ങനെ അനുഭവിക്കത്തക്ക വിധം? 5 ഇന്ദ്രിയങ്ങളിലൂടെയും അനുഭവിക്കത്തക്ക വിധം പറഞ്ഞു തരുന്ന ഒന്നാണ്. എന്തിനെ അനുഭവിക്കത്തക്ക വിധം? നേരത്തെ നമ്മൾ അന്വേഷിച്ചു എന്ന് പറഞ്ഞില്ലേ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം. ഓരോരുത്തർ പറഞ്ഞില്ലേ, ഒരു സ്ഫോടനത്തിൽ നിന്നുണ്ടായി, അല്ല രാസപ്രവർത്തനത്തിൽ നിന്നുണ്ടായി, അല്ല പല പല രൂപങ്ങൾ കാണിച്ചു തന്ന ആ ഈശ്വര സ്വരൂപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞില്ലേ. ആ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പറയുന്നതായ യാതൊരു കാരണമുണ്ടോ, ആ കാരണത്തെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും അനുഭവിക്കുക എന്ന മഹത്തരമായ ഒരു അനുഗ്രഹം പകർന്നു തരികയാണ് ശ്രീമദ് ഭാഗവതത്തിലൂടെ എന്ന് വ്യക്തമാക്കുന്നതാണ് 2ാമത്തെ സ്കന്ധത്തിൽ ഈ 10 അധ്യായങ്ങൾ. അപ്പോൾ പരീക്ഷിത് സാക്ഷി എന്ന് പറയുമ്പോഴും ശ്രീകൃഷ്ണൻ നിര്യാണം ചെയ്തിട്ടിപ്പോൾ 5125 വർഷമായി എന്ന് പറയുമ്പോഴും എന്താ അതിൻ്റെ അർത്ഥം? ഇത് വെറും കൽപ്പനകളല്ല. അല്ലേ? ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ വേണ്ടി ഉദാഹരണത്തിനായി ഉണ്ടാക്കിയെടുത്ത കുറേ കഥകളല്ല ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഭാഗവതം എന്ന് പറയുന്ന അനുഭവമാണ്. അപ്പോൾ അത് ഏത് കാലത്ത് സംഭവിക്കുന്നു? നിങ്ങളിപ്പോൾ ഭാഗവതം വായിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ ഭാഗവതം ഇവിടെ സംഭവിക്കുന്നു എന്നാണ് അർത്ഥം. അതാണ് സ്വാദു പദേ പദേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. ഓരോ പ്രാവശ്യം ഭാഗവതം കേൾക്കുമ്പോഴും ആ ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ ഭാഗവതത്തെ അവിടെ അനുഭവിക്കുകയാണ്. ആ അനുഭവത്തിൻ്റെ കാരണം കാലദേശാവധിഭ്യാം, അത് തിരിച്ചറിഞ്ഞ ആളാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട്. സന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ കന്ദഭാഗ്യം ജനാനാം എന്ന് ചൊല്ലിയ സമയത്ത് തുടങ്ങിയതെങ്ങനെയാ? വലിയ കേമായിട്ട് അല്ലേ? ദർശനങ്ങളുടെയൊക്കെ മഹത്വം, ബ്രഹ്മജ്ഞാനത്തിൻ്റെ ആ മഹത്വം, ആ അനുഭവത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന വിധത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാരണത്തെ വർണ്ണിക്കാനാണ് തുടങ്ങിയത്. കാലത്തിനും ദേശത്തിനുമൊക്കെ അതീതമാണ് എന്ത്? ബ്രഹ്മം. ആ ബ്രഹ്മമാണ് എന്നുള്ള ഭാവത്തിൽ അത് അനുപമമാണ്, ഒന്നിനോടും ഉപമിക്കാൻ സാധിക്കാത്തതാണ്. ഏതെങ്കിലും വിധത്തിൽ അതിനെ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെ നമുക്ക് പകർന്നു തരാൻ കഴിയാത്തതാണ് എന്നൊക്കെ അതിനെ വർണ്ണിച്ചുകൊണ്ട് തുടങ്ങി 2 വരി കഴിഞ്ഞപ്പോഴേക്കും പട്ടേരിക്ക് മനസ്സിലായി, അങ്ങനെ ഈ പറഞ്ഞതുപോലെ മാധ്യമങ്ങളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തതും കാലത്തിനും ദേശത്തിനും അതീതമായതുമായ ആ ബ്രഹ്മമല്ലേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്നതായ അനുഭവം ഉണ്ടായപ്പോഴാണ് വരികളുടെ സ്വഭാവം മാറി. പിന്നെ എന്തായി വരി? അസ്പഷ്ടം
ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ധർമാർത്ഥ കാമമോക്ഷങ്ങളാകുന്ന സകല പുരുഷാർത്ഥങ്ങളെയും തരുന്ന വിധത്തിൽ ഈ പറഞ്ഞതായ ബ്രഹ്മമല്ലേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എന്ന ഉൾബോധമാണ് നാരായണീയം ഉണ്ടാവാനുള്ള കാരണം. ഇല്ലെങ്കിൽ ആദ്യത്തെ ശ്ലോകത്തിൽ നാരായണീയം അവസാനിച്ചേനെ. അപ്പോൾ ആ ഉത്ബോധത്തിലേക്ക് പട്ടേരിപ്പാടിനെ നയിച്ചതും ഈ രണ്ടാമത്തെ സ്കന്ധത്തിൽ പറയുന്നതായ ഭാഗവതത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ചില സന്ദേശങ്ങളാണ്. എന്താണ് പറഞ്ഞു തരുന്നത്? ഈ ഭാഗവതം കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ അടിസ്ഥാനമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. എന്താ അത്? ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നല്ലേ നമ്മൾ കേട്ടിരിക്കുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ബ്രഹ്മാവാണോ? അവിടെ നിന്ന് കഥ ആരംഭിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ശ്രീമദ് ഭാഗവതം ഒന്നാമത്തെ സ്കന്ധത്തിൽ വക്തൃശ്രോതൃ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായി നമ്മളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വ്യാസൻ, അല്ലേ, വ്യാസമഹിമയെക്കുറിച്ച് നമുക്ക് പറയാതെ പറഞ്ഞു തരുന്ന ഒരു ഭാഗമാണ് ഒന്നാമത്തെ സ്കന്ധം. കാരണം ശ്രീശുകനിലേക്ക് എത്തുന്നതിന് മുമ്പേ ഈ ശ്രീമദ് ഭാഗവതം സൂതശൗനക സംവാദ രൂപത്തിൽ നൈമിശാരണ്യത്തിൽ വെച്ച് സംവദിക്കപ്പെടുന്ന സമയത്ത് ചോദ്യം ചോദിക്കുന്നത് എന്താ? ധർമ്മക്കം ശരണം ഗത എന്നാണ്. ഒന്നാമത്തെ സ്കന്ധത്തിലെ ഒന്നാമത്തെ അധ്യായത്തിലെ അവസാനത്തെ വരിയാണ്. ധർമ്മം ആരെ ശരണം പ്രാപിച്ചു എന്നാണ് ചോദ്യം. എപ്പോൾ ധർമ്മം ആരെ ശരണം പ്രാപിച്ചു? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, 3 യുഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ളതായ സ്വഭാവ സവിശേഷതകളിലൂടെ ഈ പ്രപഞ്ചത്തിൻ്റെ സർവ്വ ജീവരാശികളും പരിവർത്തനം ചെയ്യപ്പെട്ട് ഈ കൃതയുഗത്തിൽ നിന്ന് ത്രേതായുഗത്തിലേക്കും, ത്രേതായുഗത്തിൽ നിന്ന് ദ്വാപരയുഗത്തിലേക്കും എത്തി. ദ്വാപരയുഗം കഴിഞ്ഞതോടുകൂടി കലിയുഗം പിറന്നതോടുകൂടി ഈ സ്വഭാവ സവിശേഷതകളൊക്കെ പരസ്പരം കണ്ടുകൂടാത്തവരായി തീർന്നു മനുഷ്യർ, അല്ലേ? പ്രകൃതിയിൽ പുണ്യവൃക്ഷങ്ങളൊക്കെ നശിച്ചു, പുണ്യനദികളൊന്നും കാണാതായി വറ്റി വരണ്ടു. ഇങ്ങനെയൊക്കെയുള്ള അനവധി തരത്തിലുള്ളതായ നന്മകളൊക്കെ നഷ്ടപ്പെട്ട ഒരു കലികാലം വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ആ കലികാലത്തിലേക്ക് എത്തിയപ്പോഴേക്കും ഈ ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിലും ഭഗവാൻ തന്നെ രാമനും കൃഷ്ണനുമായിട്ട് അവതരിച്ച് ധർമ്മസംസ്ഥാപനത്തെ ചെയ്തുവല്ലോ. ത്രേതായുഗത്തിൽ സത്യം സത്യം പുനഃസത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ മഹത്വം ലോകത്തിൽ വേണ്ടതുപോലെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാമനായി അവതരിച്ചതെങ്കിൽ ദ്വാപരയുഗത്തിൽ ധർമ്മം, ആ ധർമ്മം വേണ്ടതുപോലെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അർത്ഥകാമ മോക്ഷങ്ങളൊക്കെ അതിലൂടെ തന്നെ ലോകത്തിന് പകർന്നു കിട്ടും എന്നതായ മഹത്തരമായ തത്വത്തെ പകർന്നു കൊടുക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണനായി അവതരിച്ചുവല്ലോ. ഇതും കഴിഞ്ഞ് കലികാലത്തിലെത്തിയപ്പോൾ ഈ ധർമ്മം, ഭഗവാൻ പുനഃസ്ഥാപിച്ച ധർമ്മമുണ്ടല്ലോ, അതാരെയാണ് ശരണം പ്രാപിച്ചത് എന്നാണ് ചോദ്യം, അല്ലേ? ധർമ്മം ആരെയാണ് ആശ്രയിച്ചത്? കാരണം എന്താ? കലികാലത്തിൽ എവിടെ തിരിഞ്ഞാലും എവിടെയെങ്കിലും ധർമ്മം കാണാനുണ്ടോ? എന്താ ധർമ്മം എന്ന് ആദ്യം അറിയണം. ധാരയതി ഇതി ധർമ്മം. ഭൂമി ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ധരിക്കാൻ വേണ്ടി ഭഗവാനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ആ കരാറാണ് യഥാർത്ഥത്തിൽ ധർമ്മം. ഭഗവാനോട് ഭൂമിദേവി പറയുന്നത്, ഞാൻ എത്രത്തോളം സഹിക്കാം, ഇവിടെ ധർമ്മത്തിൻ്റെ അവസാനത്തെ തരി ഉള്ളിടത്തോളം ഞാൻ ഇവരെയൊക്കെ വഹിച്ചുകൊള്ളാം. പക്ഷെ ആ ധർമ്മത്തിൻ്റെ താളം തെറ്റുമ്പോൾ എനിക്ക് ധർമ്മത്തിലൂടെ നയിക്കാനുള്ളതായ ശക്തിയൊന്നുമില്ല. ഈ ജീവജാലങ്ങളെ അങ്ങ് തന്നെ വരണം, ഇവരെയൊക്കെ ധർമ്മത്തിലൂടെ നയിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവരെ ധരിച്ചു കൊള്ളാം എന്നാണ് ഭൂമിദേവി പറഞ്ഞതത്രേ. അങ്ങനെ ഭൂമിദേവി യാതൊന്നിനാലാണോ ഈ പ്രപഞ്ചത്തിലെ സകലതിനെയും ധരിച്ചു കൊണ്ടിരിക്കുന്നത്, ആ ധരിക്കാൻ കാരണമായിരിക്കുന്നതായ യാതൊരു ശക്തിവിശേഷമുണ്ടോ അതിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. അത് അഹിംസ, സത്യം, അസ്തേയം എന്നതിൽ നിഷ്ഠമാണ്. അപ്പം ചോദ്യം ഇതായിരുന്നു, ധർമ്മം ആരെ ശരണം പ്രാപിച്ചു? അപ്പം ഈ ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഒന്നാമത്തെ സ്കന്ധത്തിൽ കഥ പറഞ്ഞു തുടങ്ങുന്നത്. ആ കഥയാകട്ടെ നമ്മൾ ഇനി പോകുന്ന 12 സ്കന്ധങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ സംവാദരൂപേണ നമ്മൾ കാണുന്നത് ധർമ്മം ആരെ ശരണം പ്രാപിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളായിട്ടാണ് എല്ലാ കഥകളും വിശദമാക്കപ്പെടുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്കന്ധത്തിലേക്ക് എത്തുമ്പോൾ ശ്രീശുകബ്രഹ്മർഷി കഥ ആരംഭിക്കുന്നു. ശ്രീശുകബ്രഹ്മർഷി കഥ ആരംഭിക്കാൻ കാരണമായ ചോദ്യം എന്താണ്? മരിക്കാൻ പോകുന്നവൻ യാതൊന്ന് കേൾക്കണം, യാതൊന്ന് ചിന്തിക്കണം, യാതൊന്ന് പ്രവർത്തിക്കണം, യാതൊന്നിൽ നിന്ന് നിവർത്തിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് പേടിക്കേണ്ട കാര്യമില്ല, ഒരു നിമിഷം മതി, ആ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് പ്രാണൻ ത്യജിച്ച് ഖട്വാങ്കനെ പോലെയുള്ളതായ എത്രയോ മഹാത്മാക്കൾ ആ ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കുകയുണ്ടായി, അങ്ങേക്ക് 7 ദിവസമുണ്ടല്ലോ എന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് കഥ ആരംഭിച്ചു. അങ്ങനെ കഥ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യമേ തന്നെ ഭാഗവതത്തിൻ്റെ സ്വരൂപം, നമ്മൾ കേൾക്കാൻ പോകുന്നതായ യാതൊന്നുണ്ടോ അതിൻ്റെ സ്വരൂപം വർണ്ണിച്ചു കൊടുത്തു സാരസ്വതമായിട്ട്. ആ സാരസ്വതമായി ശ്രീമദ് ഭാഗവത സ്വരൂപത്തെ സഞ്ചിന്തയേത് ഭഗവതശ്ചരണാരവിന്ദം. എന്ത് കാര്യം ആരംഭിക്കുമ്പോഴും ആദ്യം എന്ത് വേണം? ധാരണ വേണം. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് അഷ്ടാംഗയോഗ പദ്ധതി അനുസരിച്ച് വേണം ഭാഗവത ശ്രവണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാവാൻ എന്നതാണ്.
ആ അഷ്ടാംഗയോഗ പദ്ധതിയിലെ ഓരോ ക്രമങ്ങളെയും ഇവിടെ ശ്രീശുകൻ ഈ ശ്രീശുക സാരസ്വതം വരെയുള്ളതായ ഭാഗങ്ങളിൽ വർണ്ണിച്ചു തരുന്നുണ്ട്. എന്നിട്ടോ ദാ 8-ാമത്തെ അധ്യായത്തിൽ, 2-ാമത്തെ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായത്തിൽ പരീക്ഷിത്ത് തൻ്റെ നയം വ്യക്തമാക്കുകയാണ്. ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ ആദ്യമേ നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? ആ ചോദ്യം അതേപോലെ ചോദിക്കാതെ തന്നെ പരീക്ഷിത്ത് തൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട് ശ്രീശുകനോട്. ശ്രീശുകനോട് പറയുകയാണ്, എന്താ എൻ്റെ ആഗ്രഹം? ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. കൃഷ്ണേ നിവേശ്യ, മനസ്സ് ഭഗവാനിൽ നിവേശിപ്പിച്ചിട്ട് എനിക്ക് ഈ കളേവരത്തെ പരിത്യജിക്കണം എന്നാണ് പരീക്ഷിത്ത് പറയുന്നത്. പരീക്ഷത്തിൻ്റെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷേ കലേവരം. കൃഷ്ണനിൽ മനസ്സ് ചേർത്ത് വെച്ച് എനിക്ക് ശരീരത്തെ ഉപേക്ഷിക്കണം. അപ്പം പരീക്ഷത്തിൻ്റെ ആഗ്രഹം അതാണ്. നിങ്ങളുടെയോ? ആഗ്രഹം തന്നെ തീരുമാനമായിട്ടില്ല നമുക്കൊന്നും, അല്ലേ? എന്താണ് ആഗ്രഹിക്കേണ്ടത് എന്ന് പോലും തീരുമാനമാവാത്തവരാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ആഴത്തിൽ തന്നെ അതുകൊണ്ട് ഈ ഭാഗവതത്തിൻ്റെ ഓരോരുത്തരും കേട്ടത് എന്തിനു വേണ്ടിയാണ് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വിതുരർ എങ്ങനെയാണ് ഭാഗവതത്തെ ആശ്രയിച്ചത്, അല്ലേ? ഉദ്ധവരെങ്ങനെയാണ് ഭാഗവത ധർമ്മത്തെ ആശ്രയിച്ചത്? മൈത്രേയൻ എങ്ങനെയാണ് ഭാഗവത ധർമ്മത്തെ ആശ്രയിച്ചത്? ഇപ്പോൾ ഇതൊക്കെ കലികാലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശൗനകാദി ഋഷീശ്വരന്മാർ എന്തിനു വേണ്ടിയാണ് ഭാഗവതത്തെ ആശ്രയിച്ചത്? ഇങ്ങനെ ഓരോന്നിനെയും പ്രത്യേകം എടുത്ത് നോക്കുമ്പോഴേ നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഈ ആശ്രയഭാവം എന്തിനു വേണ്ടിയാണ് എന്നൊരു തീരുമാനത്തിലേക്ക് അല്പമെങ്കിലും ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എന്തെങ്കിലും ആവട്ടെ, ഇങ്ങനെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പരമമായിരിക്കുന്ന ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു. അപ്പം അവിടെ ആദ്യമേ തന്നെ പറയുന്നത് ഭാഗവതം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി എന്നാണ്. അപ്പം കൃഷ്ണൻ ആരാണ് എന്ന് നേരത്തെ പറഞ്ഞു. ആരാണ്? കാരണമാണ്, അല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമാണ്. അപ്പോൾ പരീക്ഷത്തിൻ്റെ ആവശ്യം എന്താണ്? കൃഷ്ണേ നിവേശ്യ നിസ്സംഗം മനസ്ത്യക്ഷേ കലേവരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയണം. ആ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്താണോ അതിനോട് എനിക്ക് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ ശരീരത്തെ പരിത്യജിക്കണം എന്നാണ് പറഞ്ഞത്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ശരീരത്തെ പരിത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരപരിത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? മരിക്കുക. നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ മരിക്കുക. മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? എല്ലാവരും മരിക്കില്ലേ? ഞാനും മരിക്കും, നിങ്ങളും മരിക്കും. ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡും 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 കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം മരണം എന്ന് പറയുന്നത് ഇവിടെ അനിവാര്യതയാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും മരണത്തെ കാണുന്നുണ്ട്, അല്ലേ? യുധിഷ്ഠിരനോട് ചോദിക്കുന്നുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് എന്ന്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ് എന്ന് മഹാഭാരതത്തിൽ യക്ഷൻ്റെ രൂപമെടുത്ത് വന്നതായ യമധർമ്മരാജാവ് ചോദിക്കുമ്പോൾ യുധിഷ്ഠിരൻ പറയുന്നത് അഹന്യ ഭൂതാനി പ്രവിശന്തി യമാലയം ശേഷാ സ്ഥാവരമിച്ഛന്തി കിമത്ഭുതമതപ്പരം എന്നാണ്. ഓരോ നിമിഷവും എത്രയെത്ര ജീവജാലങ്ങൾ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും ബാക്കിയുള്ളവരെന്താ? ഞാനിവിടെ സ്ഥിരമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നു. ഇതിനേക്കാളും വലിയ അത്ഭുതം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം മരണം, അപ്പം ആ മരണം എങ്ങനെയാവണം? മരണത്തെ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കൈവക്കണം. റോഡിൻ്റെ നടുക്ക് പോയി നിൽക്കണം, വണ്ടി വന്നാലും മാറരുത്. നമുക്ക് മരണത്തിന് കറുപ്പാണോ നിറം വെളുപ്പാണോ ചുവപ്പാണോ എന്നൊന്നും അറിയില്ല. അതിൻ്റെ രുചി മധുരമാണോ കയ്പ്പാണോ എരിവാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ എങ്കിലും നമുക്ക് ആർക്കും മരിക്കാൻ ഇഷ്ടമല്ല. ആണോ? അല്ല. നിങ്ങൾക്കൊക്കെ ജനിക്കാൻ ഇഷ്ടമായിരുന്നുവോ? ആയിരുന്നോ? അച്ഛാ അമ്മേ എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞ് അപ്ലിക്കേഷൻ കൊടുത്ത് ജനിച്ചവരാണോ നമ്മൾ ആരെങ്കിലും? ആണോ? അല്ലല്ലോ. നമ്മളൊക്കെ ഇവിടെ ജനിച്ചു പോയി. നമ്മുടെ അച്ഛനമ്മമാർ ആഗ്രഹിച്ചു നമ്മൾ ജനിക്കണമെന്ന്? ഇല്ലല്ലോ. ദമ്പത്യോ പ്രാണസംശ്രയാത് ആനന്ദഗ്രന്ഥിരേകോയം അപത്യമിതി കഥ്യതേ. ഒരാണും പെണ്ണും ചേർന്നു, അവരുടെ മനസ്സിലുള്ളതായ ആനന്ദം, ആ ആനന്ദം അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് ഒരു ആനന്ദ കണികയായി പ്രവേശിച്ചു. ഇനി നിങ്ങൾ 3-ാമത്തെ സ്കന്ധത്തിലെ 25-ാമത്തെ അധ്യായം മുതൽ 32-ാമത്തെ അധ്യായം വരെ അഷ്ടാംഗയോഗം, സാഖ്യയോഗം, അതിലൂടെ ജീവൻ്റെ ഗതി കേൾക്കുമ്പോൾ നിങ്ങളിത് കേൾക്കും കൃത്യമായി. ആദ്യത്തെ ദിവസം കർക്കന്ധു, പേശ്യണ്ടം, ഇങ്ങനെ ഒരു രൂപം പ്രാപിച്ച് 3-ാമത്തെ മാസമായപ്പോഴേക്കും ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിച്ചു. ഞാനാണോ തീരുമാനിച്ചത്? നീയാണോ തീരുമാനിച്ച്? അച്ഛനാണോ തീരുമാനിച്ച്? അമ്മയാണോ തീരുമാനിച്ച്? ആരാ തീരുമാനിച്ച്? അല്ലേ? അപ്പം ജനിച്ചതോ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ല. ഇനി മരിക്കുന്നതോ അതും നമുക്ക് ഇഷ്ടമല്ല. ജീവിക്കുന്നതോ അതിഷ്ടമാണ്.
ജീവിതത്തെ നമ്മൾ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ചില സുഖങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഇല്ലേ? ജീവിതത്തിൽ ഇന്നേ വരെ സുഖം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇല്ലല്ലോ. നിങ്ങൾ ജീവിതത്തിൽ സുഖം അനുഭവിച്ചിട്ടില്ലേ? ഇല്ലേ? അത് തന്നെ ചിലപ്പോൾ ദുഃഖമായി പരിണമിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾ നരസിംഹാവതാരം കേൾക്കുമ്പോൾ പ്രഹ്ലാദൻ പറയുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കും. ആ ആത്മീയമായി ഇരിക്കുന്ന തത്വത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരു ഉദാഹരണം എന്താ? അത് കണ്ടൂയമാനമിതി, അല്ലേ? ഒരു കൊതു വന്ന് കടിച്ചു, അപ്പം എന്തുണ്ടായി? ഒന്ന് ചൊറിഞ്ഞു, നല്ല സുഖമുണ്ട്, അല്ലേ? കണ്ടൂയനം ചെയ്തു, ആ ചൊറിഞ്ഞപ്പോൾ നല്ല സുഖമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴോ കുറച്ചുകൂടി നല്ല സുഖമുണ്ട്, നന്നായി ചൊറിഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴോ അവിടെ തൊലി പോയി നീറ്റലായി. അപ്പം എന്താണ് സുഖം? സുഖം തന്നെ ദുഃഖമായി പരിണമിച്ചു. അപ്പോൾ ഈ ലോകത്തിൻ്റെ സ്വഭാവം എന്താ? നമ്മൾ എന്താണോ സുഖമെന്ന് കരുതുന്നത് അത് തന്നെയാണ് നമ്മുടെ ദുഃഖമായി പരിണമിക്കുന്നത്. സുഖം തന്നെ ദുഃഖം. വ്യാസൻ അതിന് മറ്റൊരു തലം കൂടി കൊടുക്കുന്നുണ്ട്. പരഹസ്തഗതം ദുഃഖം എന്ന് കൂടി പറയുന്നുണ്ട്. പരഹസ്തഗതം ദുഃഖം, മറ്റുള്ളവൻ്റെ കയ്യിലുള്ളതാണ് നമ്മുടെ ദുഃഖം എന്ന് ദുഃഖത്തെ വ്യാഖ്യാനിക്കുന്നു വ്യാസൻ. മറ്റുള്ളവരുടെ കയ്യിലുള്ളതാണ് നമ്മുടെ ദുഃഖം എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? മറ്റുള്ളവരുടെ കയ്യിൽ അതുണ്ടല്ലോ എനിക്കതില്ലല്ലോ എന്നത് നമ്മുടെ ദുഃഖമാണ്. അതുമാത്രമല്ല, മറ്റൊരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമുക്ക് ദുഃഖമാവുന്നില്ല, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദുഃഖമായി തീരുന്നു. ഇങ്ങനെ ഈ മമതാബോധമാണ് ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞുകൊണ്ട് സുഖത്തെയും ദുഃഖത്തെയും വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ജനിക്കാൻ നമ്മൾ ആരും ആഗ്രഹിച്ചിട്ടില്ല, മരിക്കാനും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല, ജീവിച്ചിരിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അസുരന്മാരൊക്കെ 1000 വർഷമൊക്കെ തപസ് ചെയ്തിട്ട് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്താ വരം ചോദിക്കുക? മരിക്കാതിരിക്കണം എന്നാണ് വരം ചോദിക്കുക. അപ്പം ബ്രഹ്മാവ് എന്താ പറയുക? താൻ ഉണ്ണാത്ത ഏവരുണ്ടോ ഊണ് കൊടുക്കണു, എനിക്കോ ഊണിന് ഗതിയില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ വേറൊരാൾക്ക് ഊണിന് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമരത്വമില്ല, ഞാൻ ഒരിക്കൽ മരിച്ചു പോവും, ഒരിക്കൽ മരണമുള്ളവനാണ് ഞാൻ, അല്ലേ? ബ്രഹ്മാവും മരിച്ചു പോകും. അങ്ങനെ ഒരിക്കൽ മരണമുള്ളതായ ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് മരണമില്ലായ്മ തരിക എന്നാണ് ബ്രഹ്മാവ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പം പിന്നെ ബ്രഹ്മാവ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി പിന്നെ അസുരന്മാർ എങ്ങനെയാണ് വരം പൂർത്തിയാക്കുന്നത്? എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, അവനവന് ഇഷ്ടമുള്ള പോലെ മരിക്കാം എന്നൊരു വരമാണ്, അല്ലേ? അതുകൊണ്ടല്ലേ ഹിരണ്യകശിപു ചോദിച്ചത് എന്ത്? ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ മരണമുണ്ടാവരുത്, അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ മരണമുണ്ടാവരുത്, പച്ചയോ ഉണങ്ങിയതായ വസ്തുക്കളാലൊന്നും മരണമുണ്ടാവരുത്, യക്ഷഗന്ധർവ കിന്നര ദേവ മനുഷ്യവർഗ്ഗങ്ങളാലൊന്നും എനിക്ക് മരണമുണ്ടാവരുത്, രാത്രിയിലോ പകലോ എനിക്ക് മരണമുണ്ടാവരുത് എന്നൊക്കെ ചോദിച്ചില്ലേ? അപ്പം എന്താ ചോദിച്ചത്? മരണത്തെയാണ് ചോദിച്ചത്. ആവശ്യപ്പെട്ടാലും ആവശ്യമില്ലെങ്കിലും നമ്മുടെ മരണം വന്നു ചേരുന്നതല്ലേ? പക്ഷെ എന്നിട്ടും നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കഥയൊക്കെ ഒന്ന് നന്നായിട്ട് ആവർത്തിച്ച് കേൾക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ടാവാം ഈ അസുരന്മാരുടെ കഥകളൊക്കെ പുരാണത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എങ്ങനെയൊക്കെ ശ്രമിച്ചാലും മരിച്ചല്ലേ പറ്റൂ. അപ്പം മരണം അനിവാര്യമാണ്. എന്നാൽ ഋഷീശ്വരന്മാർ പ്രാർത്ഥിക്കുന്നത് എന്താ? അസുരന്മാർ മരണമില്ലായ്മയ്ക്ക് വേണ്ടിയാണ് തപസ് ചെയ്യുന്നതെങ്കിൽ ഋഷീശ്വരന്മാർ തപസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവരും മരണമില്ലായ്മയ്ക്ക് വേണ്ടിയാണ് തപസ് ചെയ്യുന്നത്. പക്ഷേ അസുരന്മാർ മരണമില്ലായ്മ ചോദിക്കുമ്പോൾ ഋഷീശ്വരന്മാർ ചോദിക്കുന്നത് എന്താ? ജനനമില്ലായ്മ ചോദിക്കും, അത്രേ ഉള്ളൂ. അസുരന്മാരെന്താ ചോദിക്കുക? മരിക്കരുതേ ചോദിക്കും. അപ്പം അത് പറ്റില്ല എന്ന് പറയും. അപ്പം ഋഷീശ്വരന്മാരെന്ത് ചോദിക്കും? ജനിക്കരുതേ എന്ന് ചോദിക്കും. ജനിച്ചാലല്ലേ മരിക്കുകയുള്ളൂ. ഇപ്പം എന്തായാലും ജനിച്ചുപോയി, ഇനി ജനിക്കരുതേ. ആ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് പുരാണങ്ങളിലൊക്കെ മോക്ഷം എന്ന സങ്കല്പം ഉണ്ടായി വരുന്നത്. ദർശനങ്ങളിലൊക്കെ ഈ മോക്ഷം എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായി വരുന്നത്. പുനരാവർത്തിരഹിതം ആയതായ സ്ഥാനത്തേക്ക് എത്തിച്ചേരുക എന്നതാണ് മോക്ഷം. അപ്പോൾ ആ മോക്ഷത്തെക്കുറിച്ചുള്ളതായ ആ ചിന്ത കൂടി ഉൾച്ചേർത്തുകൊണ്ട് വേണം ഇപ്പോൾ ഈ 2ാമത്തെ സ്കന്ധത്തിലെ ഭാഗവതത്തിൻ്റെ സർഗാദി ലക്ഷണങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ. അപ്പോൾ സർഗമാണ് ഞാൻ തുടങ്ങിയത്, സർഗം തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? സർഗം എന്ന് പറഞ്ഞാൽ എന്താ? പ്രപഞ്ചത്തിൻ്റെ കാരണം. ആ പ്രപഞ്ചത്തിൻ്റെ കാരണത്തെക്കുറിച്ചുള്ള അന്വേഷണം. ഈ അന്വേഷണങ്ങളിൽ ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് കേട്ടതായ നമ്മുടെ പഴയകാല കഥകളിൽ നിന്ന് ഭാഗവതം നമ്മളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 1ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ 5ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് എന്തായി മാറും? അതിനേക്കാളും കുറച്ചുകൂടി ആഴത്തിലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങും, അല്ലേ? ചിലപ്പോൾ വള്ളികളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചത് 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ആ വള്ളികളുടെയും വൃക്ഷങ്ങളുടെയും ഉള്ളിലുള്ളതായ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങും. അതിലെ ഇലയിൽ പച്ച നിറം വന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ തുടങ്ങും. അന്നജത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങും, അല്ലേ? സൂര്യപ്രകാശത്തെ എങ്ങനെയാണ് ആഗിരണം ചെയ്ത് അതിൽ ഈ അന്നജം ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങും. കുറച്ചുകൂടി ഉയർന്ന ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കൂടുതൽ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലും. എന്ന് പറയുന്നത് പോലെ നമ്മൾ ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് കേട്ട് പരിചയിച്ചവരായിരിക്കുന്ന നമ്മുടെ ഉള്ളിലേക്ക് ആ പ്രപഞ്ച സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ചും അതിൻ്റെ പരമാർത്ഥ തത്വങ്ങളെക്കുറിച്ചും വ്യക്തമായിരിക്കുന്ന അറിവ് പകർന്നു തരുന്നതിന് വേണ്ടി കഥ മറ്റൊരു രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. എങ്ങനെ ബ്രഹ്മാവ് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടി
തീരുമാനമെടുക്കുന്നത്, തയ്യാറെടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. താമരയിൽ വിടർന്ന ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോൾ കാണുന്നത് എന്താ? എങ്ങും ഏകാർണവമാണ്. ഏകാർണവം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സമുദ്രമാണ്. എല്ലായിടത്തും സമുദ്രം. സൂക്ഷ്മ സമുദ്രം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാവുന്ന സമുദ്രമല്ല. നമ്മൾ കാണുന്നത് പോലെ തിരമാലകളോട് കൂടിയതോ കുടിച്ചു കഴിഞ്ഞാൽ ഉപ്പിൻ്റെ രസമുള്ളതോ ആയ സമുദ്രമല്ല. ജലത്തിൻ്റെ സൂക്ഷ്മാവസ്ഥയാണ് ആ സമുദ്രം. ആ സൂക്ഷ്മാവസ്ഥയ്ക്ക് ആനന്ദാർണവം എന്നുകൂടി പേരുണ്ട്. അങ്ങനെയുള്ളതായ ഏകാർണവത്തിൻ്റെ മധ്യത്തിലാണ് ഒരു താമരപ്പൂവിൽ ബ്രഹ്മാവ് അതാ ജനിച്ചു. ആ ബ്രഹ്മാവ് സ്വയം ചോദിച്ചു. എന്തു ചോദിച്ചു? ഞാൻ ആരാണ്? എനിക്ക് ചുറ്റും കാണുന്നത് എന്താണ് എന്ന്. ഇതുതന്നെയല്ലേ എല്ലായിടത്തും ചോദിച്ചിട്ടുള്ളത്. ഏത് തത്വശാസ്ത്രങ്ങളുടെയും ആരംഭം ഈ ചോദ്യം തന്നെയാണ്. അപ്പം ഇങ്ങനെ ചോദിച്ചതായ ബ്രഹ്മാവ് കുറേ കാലം അത് അന്വേഷിച്ചു കൊണ്ടിരുന്നു. അന്വേഷിക്കാൻ വേറെ വല്ല വസ്തുക്കളുമുണ്ടോ അവിടെ? താനല്ലാതെ മറ്റൊരു വസ്തുക്കളുണ്ടോ? ഉണ്ടെങ്കിലല്ലേ ആ വസ്തുക്കളെയൊക്കെ വേർതിരിച്ചോ അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ചോ ഒക്കെ അന്വേഷിക്കാൻ പറ്റൂ. മറ്റൊരു വസ്തുവും താനല്ലാതെ തനിക്ക് ഭിന്നമായ ഒന്നും തന്നെ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അനുഭവിക്കാനില്ലാതിരിക്കെ, അനുഭവിക്കാൻ മറ്റൊന്നില്ലാത്ത ഒരവസ്ഥയിൽ ബ്രഹ്മാവ് എന്ത് ചെയ്തു? സ്വയം അത് അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഈ അന്വേഷണത്തിൽ നിന്ന് കുറേ കഴിഞ്ഞപ്പോൾ തപ 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 എന്നതായ രണ്ടക്ഷരം അവിടെ ഉണ്ടായി വന്നു. സ്പർശങ്ങളിൽ 16-ാമത്തേത് തുടങ്ങുന്നതായ ആ വാക്ക് ബ്രഹ്മാവിങ്ങനെ മനനം ചെയ്തു. തപ എന്നതായ ഒരു ശബ്ദമാണ് ഉണ്ടായത്. ആലോചിക്കണം, ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? നമ്മളൊക്കെ 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവും ശബ്ദത്തെക്കുറിച്ച്. അതൊരു തരംഗ ദൈർഘ്യം അല്ലേ? ശബ്ദത്തിൻ്റെ തരംഗദൈർഘ്യം, പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20 ആവർത്തിക്ക് താഴെയും 20,000 ആവർത്തിക്ക് മേലെയുമുള്ള ഒരു ശബ്ദങ്ങളും മനുഷ്യന് കേൾക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഇടയിലുള്ള ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എന്നൊക്കെ ശബ്ദത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആത്യന്തികമായി ശബ്ദത്തെക്കുറിച്ച് പറയാൻ ഉള്ളത് ആവർത്തനം. അതായത് ഒരു ആവർത്തി, ഒരു തരംഗമാണ് ശബ്ദം, ചലനമാണ് ശബ്ദം. എന്തെങ്കിലും ഒരു വസ്തു ചലിക്കുമ്പോഴുണ്ടാകുന്നതായ ഒരു തരംഗമാണ് ശബ്ദം. അപ്പോൾ ഈ ചലനത്തെയാണ് അവിടെ തപ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ബ്രഹ്മാവ് ഇതെന്താണ് എന്ന് അന്വേഷിച്ചു, ഒരു പിടുത്തവുമില്ല. അങ്ങനെ അദ്ദേഹം ഉള്ളിൽ തന്നെ ആ തപ എന്ന ശബ്ദത്തെ ധ്യാനിക്കുകയാണ്. അപ്പോൾ ആ ചലനാത്മകതയിലേക്കാണ് ബ്രഹ്മാവ് ചേർന്ന് നിൽക്കുന്നത്. അങ്ങനെ ഈ ധ്യാനാവസ്ഥയിൽ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ സാക്ഷാൽ ശില്പുമാൻ പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ പ്രത്യക്ഷനായി. ആ ഭഗവാനോട് ബ്രഹ്മാവ് ചോദിക്കുന്നു, അങ്ങ് ആരാണ്? ഞാൻ ആരാണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. അപ്പം ഭഗവാൻ ബ്രഹ്മാവിൽ പ്രേരണയുണ്ടാക്കുന്നു. ഞാൻ തന്നെയാണ് നിന്നെ പ്രേരിപ്പിച്ചത് ശബ്ദമായിട്ട്. ഏത്? തപ എന്ന ശബ്ദമായി നിന്നെ പ്രേരിപ്പിച്ചത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം ഭഗവാൻ പറഞ്ഞത് എന്താ? സൂക്ഷ്മമായ പ്രപഞ്ചത്തെ സ്ഥൂലമായ പ്രപഞ്ചമാക്കി മാറ്റുക. ആ സൃഷ്ടി എന്നതായ പ്രക്രിയയാണ് നീ ചെയ്യേണ്ടത്. ആ സൃഷ്ടി എന്ന പ്രക്രിയ ചെയ്യാൻ ഞാൻ എന്ന ഒന്നിനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നീ അത് തുടരുക. അപ്പം പ്രപഞ്ച സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി പ്രപഞ്ചത്തെ ഉണ്ടാക്കുക എന്ന പ്രക്രിയയല്ല. അല്ലേ? സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചത്തെ ഉണ്ടാക്കുക എന്ന പ്രക്രിയയല്ല. ഇവിടെ ഉള്ള പ്രപഞ്ചത്തെ അനുഭവിക്കുക എന്നതായ അനുഭവങ്ങൾക്ക് പാത്രങ്ങളായ യാതൊന്നുണ്ടോ അതിനെയാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തെ അല്ല ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്, പ്രപഞ്ചത്തെ അനുഭവിക്കാനുള്ളതായ പാത്രങ്ങളെയാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ആ ബ്രഹ്മാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി ഭഗവാൻ പറഞ്ഞു കൊടുത്ത 4 ശ്ലോകങ്ങളുണ്ട്, ബീജം. അതൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത ആ ഘട്ടത്തിലേക്ക് കടക്കാൻ. ഇപ്പം എന്തായാലും ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതല്ല, മുമ്പേയുള്ള പ്രപഞ്ചത്തെ ബ്രഹ്മാവ് അനുഭവപാത്രങ്ങളാക്കി ഈ വിസർഗം എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് ഉതകുന്ന തരത്തിലുള്ളതായ പഞ്ചഭൂതങ്ങളെ പരസ്പരം സമന്വയിപ്പിച്ച് ആ അനുഭവത്തിന് യോഗ്യമായ ജീവജാലങ്ങളെ സങ്കല്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അപ്പോൾ അതിനു മുമ്പ് പ്രപഞ്ചമുണ്ടോ? ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താ? ഈശ്വരന് പ്രപഞ്ചത്തെ സൃഷ്ടിക്കണമെങ്കിൽ സൃഷ്ടിക്കായി ചില വസ്തുക്കൾ വേണം അല്ലേ? പ്രപഞ്ചം സൃഷ്ടിക്കാനുള്ള വസ്തുക്കൾ എന്താ? അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളാണ്. അപ്പോൾ ഈശ്വരൻ ഈ പഞ്ചഭൂതങ്ങളെ എടുത്ത് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ ഈശ്വരന് മുമ്പേ ഉണ്ട് എന്ന ദോഷം വരും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളൊക്കെ ഭാരതീയ ദർശനങ്ങളിലും ഈ പറയുന്ന തത്വചിന്തകളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്.
ഇതിങ്ങനെ അനന്തകാലമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഭാഗവതത്തിലെത്തിയവർ പിന്നെ ഈ ചോദ്യങ്ങൾ ഉന്നയിക്കാത്തതിൻ്റെ കാരണം എന്താ? ഈ പറയുന്ന എല്ലാ ചോദ്യത്തിൻ്റെ ഉത്തരവും ഭാഗവതത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതാണ് ഓരോ ഭാഗവത സത്രത്തിലൂടെയും യജ്ഞത്തിലൂടെയും നമ്മൾ പരിശീലിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാഗവതത്തെ അനുഭവിക്കുവാനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ സപ്താഹയജ്ഞങ്ങൾ അല്ലെങ്കിൽ സത്രങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ഭാഗവതത്തെ അറിയലല്ല ഒരിക്കലും. ഭാഗവതത്തെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഭാഗവതത്തെ അറിഞ്ഞവരായ ആളുകളുടെ അരികത്തെത്തണം. അതത്ര എളുപ്പമുള്ള കാര്യവുമില്ല. എന്തായാലും അപ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന, ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതായ ആ ഒരു പ്രമാണീകരിക്കപ്പെട്ട ദർശനത്തിൻ്റെ എല്ലാ ആശയങ്ങളെയും ഉത്തരങ്ങൾ വ്യക്തമായി കൊടുത്തുകൊണ്ട് ഭാഗവതം പറയുന്നു. നമ്മൾ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? മഹാവിഷ്ണുവിൻ്റെ അവതാരം, ആദ്യത്തെ അവതാരം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയുക? മത്സ്യമാണെന്ന് നമ്മൾ പറയും. പക്ഷേ ഭഗവാന്റെ ആദ്യത്തെ അവതാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഉത്തരം എന്താണ് പറയേണ്ടത് എന്ന് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നുണ്ട്. മത്സ്യകൂർമ്മ വരാഹ നരസിംഹവാമന പരശുരാമ ബലരാമ ശ്രീരാമ ശ്രീകൃഷ്ണ കലിക്കാദ്യ അവതാരങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ശ്രീമദ് ഭാഗവതം കേട്ടവരായ നമ്മൾ ഇനി ഭഗവാന്റെ ആദ്യത്തെ അവതാരം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പറയരുത്. കാരണം 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നു. ജഗൃഹേ പൗരുഷം രൂപം. എന്താ പറഞ്ഞത്? ജഗൃഹേ പൗരുഷം രൂപം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭഗവാന്റെ അനവധി തരത്തിലുള്ള അവതാരങ്ങൾ, അംശാവതാരങ്ങൾ, അംശാംശാവതാരങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം എന്താ ആദ്യത്തെ അവതാരം? ജഗൃഹേ പൗരുഷം രൂപം. ഭഗവാൻ പരമപുരുഷ ഭാവത്തിൽ ആദ്യം എങ്ങനെ അവതരിച്ച? വിരാട് പുരുഷനായി അവതരിച്ചു. വിരാട് പുരുഷനായി അവതരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ്. അപ്പം ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്ന ദർശനം എന്താ? സർഗദർശനം എന്താണ്? സർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിയെക്കുറിച്ചുള്ളതായ ദർശനമാണ്. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ആരാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്നിങ്ങനെ ചോദ്യങ്ങൾ ലോകത്തിൽ മുഴുവനും ഉണ്ടായി എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഈ ചോദ്യങ്ങൾക്ക് പലരും പലതരത്തിലുള്ള ഉത്തരങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അനവധി തരത്തിലുള്ളതായ ആ ഉത്തരങ്ങളൊക്കെ പലപ്പോഴും അതൃപ്തമായിരുന്നു. അതുകൊണ്ട് പുതിയ പുതിയ ഉത്തരങ്ങളുണ്ടായി, പുതിയ പുതിയ ഈശ്വര സ്വരൂപങ്ങളുണ്ടായി, പുതിയ ആശയങ്ങളുണ്ടായി, ആശയ സംഘട്ടനങ്ങളുണ്ടായി അല്ലേ? അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും ശ്രീമദ് ഭാഗവതത്തിൽ എത്തിച്ചേരുന്നതോടെ ഈ സംഘട്ടനങ്ങൾ അവസാനിക്കുന്നു, ആശയങ്ങൾ തമ്മിലുള്ളതായ തർക്കങ്ങൾ അവസാനിക്കുന്നു, എല്ലാം സമന്വയിക്കുന്നു ഭഗവാൻ എന്ന് പറയുന്നതായ മഹത്തരമായ തത്വത്തിലേക്ക്. വദന്തി തത്വവിദ യസ് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ഒക്കെ എന്തിനെയാണോ വിളിക്കുന്നത് ആ തത്വത്തിലേക്ക് ഭാഗവതം ചേർത്ത് വെക്കുന്നത് ഇങ്ങനെയാ. ജഗൃഹേ പൗരുഷം രൂപം. സർഗദർശനത്തിൻ്റെ ശരിയായ ഉത്തരം പറഞ്ഞുകൊണ്ടാ. എന്താ ഉത്തരം പറഞ്ഞത്? ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ്. എന്താ പറഞ്ഞത്? ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു. അപ്പൊ ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയാണോ ചെയ്തത്? അല്ല. ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഭഗവാനിൽ നിന്ന് ഭിന്നമായി വല്ലതുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈശ്വരൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എങ്കിൽ ഈ പ്രപഞ്ചത്തിലെ കല്ലും മണ്ണും ആകാശവും ഭൂമിയും മരവും പക്ഷിയും മൃഗവും മനുഷ്യനും ഒക്കെ ഈശ്വരന്മാരല്ലേ? അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്നിങ്ങനെയുള്ളതായ ഉപനിഷത്ത് മഹാവാക്യങ്ങളുടെ മുഴുവൻ അന്തരാർത്ഥങ്ങളെയും ഭാഗവതം ഈ ഒരൊറ്റ ശ്ലോകത്തിൻ്റെ അർത്ഥ ഭാഗം കൊണ്ട് തന്നെ ഉൾക്കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു. ജഗൃഹേ പൗരുഷം രൂപം. അപ്പം സർഗദർശനം പൂർണ്ണമായി. അപ്പം ഭാഗവതം മറ്റ് പുരാണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 10 ലക്ഷണങ്ങളോട് കൂടിയതാണ് എന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നു 2-ാമത്തെ സ്കന്ധത്തിൽ. മറ്റ് പുരാണങ്ങളൊക്കെ സർഗം, വിസർഗം, മന്വന്തരം, വംശാനുചരിതം, ഈശാനുചരിതം എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ലക്ഷണങ്ങൾ, ചിലത് കൂടും ചിലത് കുറയും, അങ്ങനെയൊക്കെയാണ് പല പുരാണങ്ങളും. അഗ്നിപുരാണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ വംശാനുചരിതവും ഈശാനുചരിതവും ഒന്നും അതിൽ കാണാനേ സാധിക്കില്ല. അഗ്നിപുരാണത്തിലെ ഈ ശാസ്ത്രങ്ങൾ മാത്രമേ പ്രതിപാദിക്കുന്നുള്ളൂ. സർഗസിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നതായ കർമ്മയോഗം, ജ്ഞാനയോഗം എന്നിങ്ങനെ പലതരത്തിലുള്ളതായ യോഗങ്ങളെക്കുറിച്ചാണ് അവിടെ വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ സർഗലക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ പുരാണത്തിൻ്റെയും അടിസ്ഥാനമാണ് താനും. എല്ലാ പുരാണങ്ങളുടെയും മാത്രമല്ല, മഹാഭാരതം എന്ന ഇതിഹാസത്തിൻ്റെയും രാമായണം എന്ന മഹത്തരമായ ആദികാവ്യത്തിൻ്റെയും അടിസ്ഥാനം സർഗം എന്ന് പറയുന്നതായ ലക്ഷണമാണ്. സർഗം ഇല്ലാതെ ഈ ഭാരതത്തിന് ഒരു ഈശ്വരചരിതങ്ങളും പറയാനില്ല.
എല്ലാ ഈശ്വരചരിതങ്ങളും ഈ സർഗത്തെ അഭിവ്യക്തമാക്കുവാനുള്ളതാണ്. എല്ലാ അവതാരങ്ങളും ഈ സർഗലക്ഷണത്തെ അഭിവ്യക്തമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം പറഞ്ഞത് എന്താ? ജഗൃഹേ പൗരുഷം രൂപം എന്നാണ്. ജഗൃഹേ പൗരുഷം രൂപം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമായി ഭഗവാൻ സ്വയം പരിണമിച്ചു എന്ന്. ആ പറഞ്ഞ ആശയം ഭാഗവതം ഏതിൽ നിന്നാണ് ഉൾക്കൊള്ളുന്നത്? ഋഗ്വേദത്തിൽ നിന്നാണ്. ഋഗ്വേദത്തിലെ സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാത്യതിഷ്ഠദശാങ്കുലം പുരുഷേവേദം സർവം യദ്ഭൂതം യച്ച ഭവ്യം എന്നിങ്ങനെയുള്ളതായ പുരുഷ സൂക്തം എന്താ പറഞ്ഞു തരുന്നത്? പ്രപഞ്ച വിരാട് സ്വരൂപത്തെയാണ്. 1000 ശിരസ്സുകളും 1000 കൈകളും 1000 കണ്ണുകളും 1000 കാലുകളും ഒക്കെയുള്ളതായ വിരാട് പുരുഷ ഭാവത്തെ ഈ ഋഗ്വേദം നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിലൂടെ ഈ പ്രപഞ്ചം സ്വയം ഈശ്വരനാണ് എന്ന തത്വത്തെ നമുക്ക് പകർന്നു തന്നു. ആ ഈശ്വരീയമായിരിക്കുന്ന തത്വത്തെയാണ് ദാ അഹം ബ്രഹ്മാസ്മി തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ എന്ന് ഉപനിഷത്തുകളും ദേവീ ഭാഗവതാദി പുരാണങ്ങളിലേക്ക് എത്തുമ്പോൾ സർവം ഖല്വിതമേവാഹം നാന്യദസ്തി സനാതനം മുതലായിരിക്കുന്നതായ ആശയങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ് എന്ന തത്വത്തെ പുരാണങ്ങൾ പല വിധത്തിൽ പറഞ്ഞു തന്നെങ്കിലും അത് വേണ്ട വിധത്തിൽ നമുക്ക് അനുഭവവേദ്യമാക്കുവാൻ ശക്തമായിരിക്കുന്ന ആ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ സർഗലക്ഷണം എന്ന് പറയുന്നത്, ആ സർഗലക്ഷണം നമുക്ക് അഭിവ്യക്തമാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്. നമ്മുടെ ഉള്ളിലുള്ള സന്ദേഹങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു കാര്യം. അതെന്താ? ഈശ്വരന് രൂപമുണ്ടോ? കൃഷ്ണായ ഗോവിന്ദായ ദേവകീനന്ദനായ ച അല്ലേ നന്ദഗോപകുമാരായ, ഇതായിരുന്നു കുന്തി ദേവിക്ക് ഈശ്വരൻ. നിങ്ങളൊക്കെ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊക്കെ രൂപമില്ല ഭാവമില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? മായായവനികാച്ഛന്നം, മായയാകുന്നതായ യവനികയ്ക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നതായ ഈ പ്രപഞ്ച കാരണ തത്വത്തെ എന്നെപ്പോലെയുള്ള സാധുവായ ഒരു സ്ത്രീ എങ്ങനെ അറിയും? ഭഗവാനെ, എനിക്കാകെ അറിയാവുന്നത് എന്താ? അങ്ങ് ദേവകിയുടെ പുത്രനാണ്, നന്ദഗോപന്റെ പുത്രനാണ്. അങ്ങനെയുള്ളതായ അങ്ങയെ ഞാനിതാ ബ്രഹ്മമായി അറിയുന്നു. അപ്പൊ ഈശ്വരന് നാമമുണ്ടോ? നമ പങ്കജനാഭായ നമ പങ്കജമാലിനേ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. കുന്തിദേവി നമസ്കരിച്ചത് ആ രൂപത്തെയാണ്. ഏതാ രൂപം? നമ പങ്കജനാഭായ. അതിമനോഹരമായ താമരപ്പൂ പോലെയുള്ള നാഭീദേശത്തോടു കൂടിയവൻ, താമരയുടെ ഇതൾ പോലെ മനോഹരമായ നീണ്ട നയനങ്ങളോട് കൂടിയവൻ, താമരപ്പൂകളാൽ ചാർത്തിയതായ മനോഹരമായ മാലയണിഞ്ഞിട്ടുള്ള താമരപ്പൂ പോലെ മനോഹരമായ പാദങ്ങളിലേക്ക് ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് കുന്തിദേവി പറഞ്ഞപ്പോൾ കുന്തിദേവിക്ക് ഒരു സംശയവുമില്ല. ഈശ്വരന് രൂപമുണ്ടോ? ഉണ്ടല്ലോ. എന്താ രൂപം? കൃഷ്ണ, അങ്ങ് തന്നെയല്ലേ ആ ബ്രഹ്മം. വേദാന്തികൾ പറയുന്നതായ ബ്രഹ്മമായികൾ ആയിക്കൊള്ളട്ടെ വിശിഷ്ട അദ്വൈതം, ശുദ്ധാദ്വൈതം. ഇനി സാഖ്യയോഗകാരന്മാര്, ന്യായകാരന്മാര്, ജൈനന്മാര്, ബൗദ്ധന്മാര്, ലോകത്തിലെ ഏതൊക്കെ തത്വചിന്തകര് എന്തിനെയാണോ പ്രപഞ്ചത്തിൻ്റെ കാരണമായി വിളിച്ചത്, ജീവനെന്ന് വിളിച്ചത്, ആത്മാവെന്ന് വിളിച്ചത്, പരമാത്മാവെന്ന് വിളിച്ചത്, ബ്രഹ്മമെന്ന് വിളിച്ചത്, പരമപുരുഷൻ എന്ന് വിളിച്ചത്, അങ്ങനെയുള്ളതായ ആ പരമമായ തത്വം ആരാണെനിക്ക്? കൃഷ്ണനാണ്. അപ്പൊ ഈശ്വരന് രൂപമുണ്ടോ? ഉണ്ട്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. നിങ്ങളൊരു ആശയത്തെ ലോകത്തിന് അവതരിപ്പിക്കുമ്പോൾ ലോകം നിങ്ങളോട് ചോദിക്കുക പ്രമാണം എന്താണ് എന്നാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ അത് തെളിയിക്കാൻ നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ എന്നാണ്. ഈ തെളിവ് എന്താണ് എന്നാണ് ചോദ്യം. തെളിവുണ്ടോ? ഈശ്വരന് തെളിവുണ്ടോ? ചോദിച്ചവരൊക്കെ ഇല്ല ഇല്ല എന്ന് പറഞ്ഞു. നമ്മളെ ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ആരാണ് പ്രിയപ്പെട്ടവരെ? ആരാണ്? ഈശ്വരന് രൂപമില്ലെന്നും നാമമില്ലെന്നും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? നമ്മുടെ കുട്ടിക്കാലം മുതലേയുള്ളതായ ആ മൂഢബോധത്തിലേക്ക് ആ ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ എല്ലാ വഴികളെയും അടച്ച് തെറ്റായ തരത്തിലുള്ളതായ പല വിഷയസുഖ ചിന്തകളിലേക്കും നയിച്ചത് ഏതൊരു മായാശക്തിയുണ്ടോ ആ മായാശക്തിയിൽ നിന്ന് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ച് ഈ അനുഭൂതിയിലേക്ക് ചേർത്ത് നിർത്താൻ ദാ ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. ജഗൃഹേ പൗരുഷം രൂപം. ഇത് നിങ്ങൾ കേട്ടു തുടങ്ങണം. എങ്ങനെ? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഈശ്വരനെ നിങ്ങൾ അറിയേണ്ടത് വേദാനുഭവമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ അനുമാന ഉപമാന ആദികളാകുന്ന പ്രമാണങ്ങളിലൂടെയോ ഒക്കെ നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ. പക്ഷേ ഇതിനൊക്കെ അപ്പുറം പ്രത്യക്ഷമായി ഈശ്വരനെ അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ മറ്റ് പ്രമാണങ്ങളുടെ ആവശ്യം വല്ലതുണ്ടോ?
ഒരാവശ്യമില്ല. പ്രത്യക്ഷമായി എങ്ങനെ അനുഭവിക്കുക? ഈ യജ്ഞശാലയിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണനെ നമുക്ക് കാണാം. കാണുന്നില്ലേ? ഈ യജ്ഞശാലയിൽ ഇരുന്നു കൊണ്ട് കൃഷ്ണനെ നമുക്ക് കേൾക്കാം, കൃഷ്ണനെ മണക്കാം, കൃഷ്ണനെ രുചിക്കാം, കൃഷ്ണനെ സ്പർശിക്കാം. ഈ അനുഭവം 5 അനുഭവമല്ലാതെ വേറെ എന്താ പ്രപഞ്ചത്തിനുള്ളത്? വേറെ വല്ലതുണ്ടോ? പ്രകൃഷ്ടേണ പഞ്ചീകൃതമായതെന്തോ അതാണ് പ്രപഞ്ചം. പ്രകൃഷ്ടേണ പഞ്ചീകൃതമായത് അഗ്നി, ജലം, വായു, ആകാശം, ഭൂമി എന്നിങ്ങനെ 5 തരത്തിലുള്ള ഭൂതങ്ങൾ, സൂക്ഷ്മങ്ങളായ ഭൂതങ്ങൾ. ദ്വിധാവിധായ ചൈകേകം ദ്വിതീയം പ്രഥമം പുന ചതുർത്ഥാ പ്രഥമം പുന സ്വസ്വേതര ദ്വിതീയാംശ യോജനാത് പഞ്ചപഞ്ചത്തെ. പരസ്പരം കൂടി യോജിച്ച് പ്രപഞ്ചമുണ്ടായി എന്ന് പറയുന്നതായ പഞ്ചീകരണ പ്രക്രിയയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന എന്തുണ്ടോ അതിനെയാണ് കണ്ട്, കേട്ട്, മണത്ത്, രുചിച്ച്, സ്പർശിച്ച് അനുഭവിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? പ്രപഞ്ചം എന്ന് പറയുക. ഇനി കണ്ണ് കാണാത്തവർക്ക് ഒരു അനുഭവം കുറവാണെങ്കിലും അവർ ശബ്ദത്തിലൂടെ കാണുന്നുണ്ട് പ്രപഞ്ചത്തെ. കാരണം ശബ്ദത്തിനൊരു ശക്തിയുണ്ട്. കാണാനും കേൾക്കാനും മണക്കാനും രുചിക്കാനും ശബ്ദത്തിലൂടെ സാധിക്കും. ഇല്ലേ? സാധിക്കുമോ? ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എപ്പോൾ വേനലവധിയല്ലേ, വേനലവധിയായ അയൽപക്കത്തെ കുട്ടികളൊക്കെ വരും. ഈ അയൽപക്കത്തെ കുട്ടികളൊക്കെ വന്ന് ഞങ്ങൾ പറമ്പിൽ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങൾ ഊഞ്ഞാലിടാൻ പറയും. കണക്ക് പരീക്ഷയാവും മിക്കതും, അവസാന പരീക്ഷയുടെ ലാസ്റ്റ് പരീക്ഷ. അപ്പോൾ പറയും, കണക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ തന്നെ അവിടെ പറഞ്ഞ് ഏൽപ്പിക്കും, ഊഞ്ഞാൽ വരുമ്പോഴേക്കും കണ്ടോളണം അല്ലേ. അപ്പോഴേക്കും ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോഴേക്കും അയൽപക്കത്തെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടാവും. തൊട്ടപ്പുറത്തെ കുളത്തിൽ ചാടിമറയിലും കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെയും പറമ്പിലേക്ക് തന്നെ കളിക്കാൻ വരുന്ന സമയത്ത്, ഈ ഊഞ്ഞാലാടാൻ വരുന്ന സമയത്ത് അവിടെ പെൺകുട്ടികളുണ്ടാവും, ആൺകുട്ടികളുണ്ടാവും. ഒരു ഊഞ്ഞാലേ ഉള്ളൂ. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എണ്ണം പറഞ്ഞ് ആട്ടിയാണ് 10 ആട്ടം കഴിഞ്ഞ് അടുത്ത ആൾ ഇങ്ങനെയാണ് ആടാറ്. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് പെൺകുട്ടികളൊക്കെ അടുക്കളയിൽ പോയിട്ട് കുറച്ച് ഉപ്പ് എടുത്തുകൊണ്ട് വരും. പിന്നെ അപ്പുറത്ത് പോയിട്ട് ദാ ഈ ഊഞ്ഞാല് കെട്ടിയിരിക്കുന്ന പുളിമരത്തുമയാണ്. അതുമെന്ന് ഇങ്ങനെ പുളിയൊക്കെ വീണിട്ടുണ്ടാവും. ഈ പുളിയൊക്കെ ഇങ്ങനെ നല്ല വേനൽക്കാലല്ലേ, അതിങ്ങനെ എടുത്തിട്ട് കയ്യിലിങ്ങനെ വെച്ചിട്ട് ആ പുളി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് അതിൻ്റെ തോടൊക്കെ ഇങ്ങനെ പൊട്ടിച്ച പുളി ഇങ്ങനെ 2 വിരൽ കൊണ്ട് ഇങ്ങനെ വാരി ഉപ്പ് ഇങ്ങനെ കുറച്ച് കൂട്ടിയിട്ട് വായിൽ. ഇപ്പം ഇവിടെ വായിൽ വെള്ളം വരാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പുളി കണ്ടുമില്ല, കേട്ടുമില്ല, ഒന്നുമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ പുളി കണ്ടു, കേട്ടു, മണത്തു, രുചിച്ചു. നിങ്ങളുടെ നാവ് പുളി തിന്ന് നിങ്ങളുടെ വയറ് ആ പുളിയെ ദഹിപ്പിക്കാനുള്ള ദഹന രസം ഉൽപ്പാദിപ്പിക്കൽ വരെ ചെയ്തു. ഇതാണ് ശ്രവണത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ശ്രവണം, മനനം, നിധിധ്യാസനം എന്നിങ്ങനെയുള്ളതായ 9 പടികളിലൂടെ ഭഗവാനെ ആശ്രയിക്കുമ്പോൾ അതിൽ ആദ്യത്തെ പടി ശ്രവണം എന്ന് പറയുമ്പോൾ, ആദ്യത്തെ പടിയായ ശ്രവണം വേണ്ട വിധത്തിലായാൽ ബാക്കിയെല്ലാം അതിൻ്റെ ഭാഗമാണ്. ശ്രവണം കഴിഞ്ഞ് മനനം, അങ്ങനെയല്ല. ശ്രവണം തന്നെയാണ് മനനവും എല്ലാം. ഈ 9 പടികളും ഈ ശ്രവണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് ഭാഗവതത്തിലൂടെ. അപ്പം നമ്മൾ ഭാഗവതം കേട്ട് 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 എന്താ ചെയ്യുന്നത്? 5 ഇന്ദ്രിയങ്ങളിലൂടെയും ഈ പ്രപഞ്ചകാരണത്തെ അനുഭവിക്കുകയാണ്. അപ്പം സർഗം എന്ന ലക്ഷണം വ്യക്തമായി ഈ സർഗലക്ഷണോപേതമായ കഥകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, ആ കഥകളിലൂടെ അതിമഹത്തരമായിരിക്കുന്നതായ ഈ തത്വങ്ങളെ മുഴുവനും നമുക്ക് കഥാരൂപത്തിൽ പറഞ്ഞു തരുന്നതിൻ്റെ യുക്തി എന്താ? അത് നമ്മൾ ആസ്വദിക്കുന്ന സമയത്ത് ശ്രവണമാണ് അല്ലേ. കേൾക്കുന്ന സമയത്ത് ആ കേൾവികൾ, ആ ശബ്ദങ്ങൾ എന്തായി മാറുന്നു? ആകാശഗുണകമാണ് ശബ്ദം. ചെവിക്കുള്ളിലൊരു ആകാശമുണ്ട് അല്ലേ. അതിനെയാണ് ഇവിടെ ബ്രഹ്മാവ് തപ എന്ന ശബ്ദത്തെ കേട്ടു എന്ന് പറയുന്നത്. ചലനമാണ്. ഈ ചലനം എന്ന് പറഞ്ഞ ശബ്ദത്തിൻ്റെ ഇടമാണ്. ശബ്ദത്തിന് തരംഗങ്ങളായി സഞ്ചരിക്കാനുള്ളതായി ഇടത്തെയാണ് ആകാശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ചെവിയിലൂടെ ഈ ശബ്ദതരംഗങ്ങൾ സഞ്ചരിച്ച് സഞ്ചരിച്ച് നിങ്ങളുടെ ഹൃദയാകാശത്തിൽ ആ ശബ്ദം എന്തായി മാറി? ആദ്യത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയിലേക്ക് ചൈതന്യത്തെ ആവാഹിക്കുന്നത് പോലെ ഈ ഭാഗവതത്തിലെ ഓരോ ശ്ലോകങ്ങളും അത് നിങ്ങളുടെ ഹൃദയാകാശത്തിൽ തരംഗങ്ങളായി രൂപപ്പെടുന്നു. ആ തരംഗങ്ങൾക്ക് നിങ്ങൾ ഓരോ സ്കന്ധങ്ങൾ കഴിയുന്തോറും അതിൻ്റെ ഓരോ രൂപഘടനകളെ ശക്തമായ രീതിയിൽ ആ ഭാഗവത ശ്രവണത്തിലൂടെ ഉപാസനയായി നിങ്ങൾക്കുള്ളിൽ ആ ഈശ്വരൻ പ്രത്യക്ഷമായി അനുഭവത്തിലേക്ക് വന്നു ചേരുകയാണ്. എങ്ങനെ? പാദൗ തു പ്രഥമസ്കന്ധോ. ഭഗവാന്റെ സ്വരൂപം എന്താ? പാദൗ തു പ്രഥമസ്കന്ധോ ദ്വിതീയം ജാനുനീ സ്മൃതം തൃതീയ സഖ്ഭിനീ ജ്ഞേയം ചതുർത്ഥ കടിരുച്യത്തെ. നാഭിം തു പഞ്ചമം വിദ്യാൽ ഹൃദയം ഷഷ്ഠൈരിത സപ്തമസ്തു ഉരപ്രോക്തം അഷ്ടമകണ്ഠ ഉച്യത്തെ. സ്കന്ധൗ തു നവമസ്കന്ധോ ദശമോ മുഖമീരിതം കർണാക്ഷിനാസികായുക്തം സർവാർത്ഥപരിപൂരിതം. ഭാഗവത സ്വരൂപം ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി എന്ന് പറയുമ്പോൾ ആ പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപത്തെ നമ്മൾ എങ്ങനെയാണ്
എങ്ങനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് അല്ലെങ്കിൽ ഉൾക്കൊള്ളേണ്ടത്? ഒന്നാമത്തെ സ്കന്ധം, രണ്ടാമത്തെ സ്കന്ധം, ഇങ്ങനെ ഓരോ സ്കന്ധങ്ങൾ, 12 സ്കന്ധങ്ങൾ അല്ലേ, 335 അധ്യായങ്ങൾ, ലക്ഷത്തിൽ പരം പദങ്ങൾ. ഇവയെ നമ്മൾ ആ ഓരോ സ്കന്ധങ്ങളെയും ഭഗവാന്റെ സ്വരൂപമായിട്ട് വർണ്ണിച്ചു തരികയാണ്. ആദ്യത്തെ സ്കന്ധം ഭഗവാന്റെ പാദമാണ്. ഭഗവാന്റെ പാദമാകുന്ന ഒന്നാമത്തെ സ്കന്ധത്തിലെ 19 അധ്യായങ്ങളിലൂടെ നമ്മൾ കാണുന്നത് എന്താ? ആ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചവരായ ഭക്തന്മാരെയാണ് അവിടെ കണ്ടത്. ആരാണ് ആദ്യം ആശ്രയിച്ചത്? ആരാദ്യം ആശ്രയിച്ചത്? സരസ്വതി നദീതീരത്തിൽ ഒത്തുകൂടിയതായ ശൗനകാദി ഋഷീശ്വരന്മാർ ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ചു അല്ലേ? കലിയുഗം കലിവർഷം 260 ഈ പറയുന്നതായ ശൗനകാദി ഋഷീശ്വരന്മാര് സൂതന്റെ മുമ്പിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഭാഗവതം പറഞ്ഞു തരൂ എന്ന് അപേക്ഷിച്ചത്. ചിന്താമണിർ ലോകസുഖം സുരദ്രുസ്വർഗസമ്പദം പ്രയച്ഛതി ഗുരു പ്രീതോ വൈകുണ്ഠം യോഗി ദുർലഭം. യോഗികൾക്ക് പോലും ദുർലഭമായിരിക്കുന്ന വൈകുണ്ഠത്തെ തരാൻ കഴിയുന്നത് ഗുരുവിന് മാത്രമാണ്. അങ്ങനെയുള്ളതായ ഈ ചിന്താമണിയേക്കാൾ കൽപ്പകവൃക്ഷത്തെക്കാളൊക്കെ മഹത്വമുള്ളതായി ഈ ശ്രീമദ് ഭാഗവതം ഞങ്ങൾക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ശൗനകാദികൾ ആശ്രയിച്ചു. പിന്നെ നമ്മൾ ആരെയാ കണ്ടത്? ദാ ആ ഭഗവത് പാദാരവിന്ദങ്ങളിലെ ആശ്രയിച്ചതായ കുന്തിദേവിയെ കണ്ടു. ഉത്തര എന്നതായ പാണ്ഡവരിൽ അല്ലേ, പാണ്ഡവരുടെ വംശബീജത്തെ ഉദരത്തിൽ പേറിയതായ ഉത്തര ഉഗ്രമായിരിക്കുന്ന ബ്രഹ്മാസ്ത്രത്താൽ ആ വംശം തന്നെ നശിച്ചു പോകുന്നതായ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ തൻ്റെ ഉദരത്തിൽ ചേർത്ത് വെച്ച കൈകളുമായി ഭഗവാൻ സന്താനഗോപാലമൂർത്തിയായ ഭാഗവത സ്വരൂപന്റെ പാദാരവിന്ദത്തെ ഉത്തര ആശ്രയിച്ചത് നമ്മൾ കണ്ടു അല്ലേ? ഭീഷ്മപിതാമഹൻ ശരശയിൽ കിടക്കുമ്പോഴും ആ ഭഗവാന്റെ പാദാരവിന്ദത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാണനെ വെടിയാൻ ആ കുരുവംശ പിതാമഹൻ ചൊല്ലിയതായ സ്തുതി നമ്മൾ കേട്ടു. ഇതിമതിരൂപകൽപ്പിത വിതൃഷ്ണ അല്ലേ? അപ്പൊ ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചവരാണവര്. ഒടുവിൽ ആശ്രയിച്ചതാരാ? ഒന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കണ്ടത് ശ്രീശുകന്റെ പാദാരവിന്ദങ്ങളെ ദാ പരീക്ഷിത്ത് ആശ്രയിക്കുന്നു. ആരാ ഈ ശ്രീശുകൻ? യം പ്രവ്രജന്തി അപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം. ഉപനയനം പോലും ചെയ്യാതെ സർവസംഗപരിത്യാഗിയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മകൻ്റെ പിന്നാലെ നടന്ന് പുത്രാ 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 എന്ന് വിളിച്ച് കരഞ്ഞ് ചെന്നവനായിരിക്കുന്ന ആ ശ്രീശുക ബ്രഹ്മർഷിയെയാണ്, വ്യാസനെയാണ് അവിടെ ആദ്യം നമസ്കരിച്ചതല്ലേ? അങ്ങനെയുള്ള ശ്രീശുകൻ, ആ ശ്രീശുകനെ നമസ്കരിച്ചത് എങ്ങനെ? ആനതോസ്മി, ആസമന്താന്നതോസ്മി, എല്ലായിടത്തേക്കും നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എല്ലായിടത്തേക്കും നമസ്കരിക്കുന്നത് എന്തുകൊണ്ടാ? ശരീരത്തെ ഏതെങ്കിലും ഒരു ദിക്കിലുള്ള ആളെയല്ലേ ആ ദിക്കിലേക്ക് നമസ്കരിക്കാൻ പറ്റൂ. സർവഭൂതഹൃദയമായ ഒരാളെ എങ്ങനെ നമസ്കരിക്കും? സർവഭൂതഹൃദയം എന്ന് പറഞ്ഞാൽ സർവഭൂതജാലങ്ങളുടെയും ആത്മാവായി പരിണമിച്ചവനാണ് ആര്? ശ്രീശുക ബ്രഹ്മർഷി. അങ്ങനെയുള്ള ശ്രീശുകനെ നമസ്കരിക്കാൻ എവിടേക്കാ നമസ്കരിക്കുക? ആനതോസ്മി, എല്ലായിടത്തേക്കും നമസ്കരിക്കാനേ പറ്റൂ. എല്ലായിടത്തേക്കും നമസ്കരിക്കുക എങ്ങനെയാ? ശരീരം കൊണ്ട് നമസ്കരിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ടേ നമസ്കരിക്കാൻ പറ്റൂ അല്ലേ? അപ്പം അങ്ങനെയുള്ളതായ ശ്രീശുക ബ്രഹ്മർഷി ആരാ? യഥാർത്ഥത്തിൽ ആ ഭഗവത് സ്വരൂപം തന്നെയാണ്. കാരണം അതിനു മുമ്പേ തന്നെ വ്യാസഭഗവാൻ എപ്പോഴാണോ സത്യവതിയുടെ അരികത്തേക്ക് എത്തുന്നത്, അതിനു മുമ്പേ തന്നെ മഹാഭാരത പർവ്വങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ശ്രീശുകൻ ഹിമവൽ ശൃംഗത്തിന് മുകളിൽ നിന്ന് ചാടി ഈ സർവഭൂത ഹൃദയമായി പരിണമിച്ചു കഴിഞ്ഞു. സർവഭൂത ഹൃദയമായി പരിണമിച്ചതായ പരമാത്മാവിൽ വിലയം പ്രാപിച്ചവനായ ശ്രീശുക ബ്രഹ്മർഷി പിന്നീട് മഹാഭാരത യുദ്ധം കഴിഞ്ഞ് ആ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അക്ഷൗഹിണിപ്പടകളിൽ ആകെ കൂടി 10 പേരാണ് അവശേഷിച്ചത്. 5 പേര് പാണ്ഡവരും, ഒരാൾ ശ്രീകൃഷ്ണനും, പിന്നെ കൃതവർമാവ്, അശ്വത്ഥാമാവ്, ഇങ്ങനെയുള്ളതായ കൃപാചാര്യര്, ഇങ്ങനെയുള്ളതായ 10 പേര് അവശേഷിച്ചതായ ആ മഹാഭാരത യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ രാജ്യം ഭരിച്ച ആ യുധിഷ്ഠിരൻ്റെ വംശപരമ്പരയിലിതാ ഈ പരീക്ഷിത്ത് ജനിച്ച പരീക്ഷിത്തിന് കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഈ മഹാഭാരതമെന്ന ഈ വംശത്തിൻ്റെ ആവിർഭാവത്തിന് കാരണക്കാരനായ വ്യാസൻ, ആ വ്യാസന്റെ പുത്രനായിരിക്കുന്ന ശ്രീശുകൻ ഇത്രയും കാലശേഷം പരമാത്മാവിൽ വിലയം പ്രാപിച്ച ശ്രീശുകൻ പിന്നെ ഇവിടെ വന്ന് ഭാഗവതം എങ്ങനെ പറയുന്നു? അപ്പോൾ ആ ശ്രീശുകൻ ആരാ? സർവഭൂത ഹൃദയം ആരാണ്? ഈ പ്രപഞ്ച കാരണമാണ് ഈ ഭഗവാനെങ്കിൽ ആ പ്രപഞ്ച കാരണമായി തീർന്ന ശ്രീശുകൻ ആരാ? ഭഗവാൻ തന്നെ. അപ്പൊ കഥ പറയുന്നത് ആരാ? ഭഗവാൻ തന്നെ. ആ കഥയോ അതും സ്വയം ഭഗവാൻ തന്നെ. കഥ കേൾക്കുന്നതാരാ? സർവ്വതും ഒരു നിമിഷം കൊണ്ട് പരിത്യജിക്കാൻ പരീക്ഷത്തിന് കഴിഞ്ഞുവെങ്കിൽ ആ പരീക്ഷിത്ത് ആരാണ് യഥാർത്ഥത്തിൽ? ഭഗവത് സ്വരൂപമായ ആ നിമിഷം തന്നെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളാരാ?
നിങ്ങൾ ഈ ഭാഗവതത്തെ ആശ്രയിച്ചവരാണെങ്കിൽ നിങ്ങളൊക്കെ ഭഗവത് സ്വരൂപങ്ങളായി മാറിക്കഴിഞ്ഞു ഈ നിമിഷത്തിൽ, യാതൊരു സന്ദേഹവുമില്ല. ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വാക്കുകളും യോന്ത പ്രവിശ്യ മമമാചമിമാം പ്രസുപ്താം സഞ്ജീവയത്തി അഖില ശക്തിധര സ്വധാംന, അല്ലേ? ചുറ്റും നിറഞ്ഞു നിൽക്കുന്നതായ ഭാഗവതമല്ലേ? എൻ്റെ ഹൃദയത്തിലൂടെ ഭഗവാൻ ഇങ്ങനെ തൊട്ടുണർത്തുകയാണ്. സ്വയം ഭഗവാനായി ആ വാക്കുകളായി അതാ നിങ്ങളിലേക്ക് എത്തുന്നു. നിങ്ങളുടെ ഹൃദയത്തിലും ആ ഭഗവാൻ തന്നെ. അപ്പം പറയുന്നതും പറയപ്പെടുന്നതും കേൾക്കുന്നതും ഒക്കെ ഭഗവാൻ എന്നതായ തത്വത്തെ പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ സ്കന്ധം പാദൗ തു പ്രഥമ സ്കന്ധോ, ആ പാദത്തെ ആശ്രയിച്ചവരെയാണ് കണ്ടത്. രണ്ടാമത്തെ സ്കന്ധമോ ജാനുനീ സ്മൃതം, മുട്ടുവരെയുള്ള ഭാഗമാണ്. ഈ മുട്ടുവരെയുള്ള ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആകാരത്തിൻ്റെ സ്വഭാവം മനസ്സിലാവും അത്രേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ടാമത്തെ സ്കന്ധത്തിലെ 10 അധ്യായങ്ങളിലൂടെ ഭാഗവതത്തിൻ്റെ മുഴുവൻ സ്വരൂപമായ സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, ഊതി, മന്വന്തരം, വംശാനുചരിതം, നിരോധം, മുക്തി, ആശ്രയം എന്ന 10 ലക്ഷണങ്ങളെ വിസ്തരിച്ച് ആ രണ്ടാമത്തെ സ്കന്ധം നമുക്ക് പറഞ്ഞു തരുന്നത് കാൽമുട്ട് വരെയുള്ള ഭാഗം. അപ്പോൾ ആ കാൽമുട്ട് വരെയുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ ബാക്കി ഈ പുരുഷ ലക്ഷണം മുഴുവനും മനസ്സിലാവും, ഭാഗവത സ്വരൂപം മുഴുവനും മനസ്സിലാവും. അവിടെയാണ് ശ്രീശുക സാരസ്വതത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നതായ മഹത്തരമായിരിക്കുന്ന ഭാഗവതത്തിൻ്റെ ഈ സർഗത്തിൻ്റെ ലക്ഷണം സൂചിപ്പിച്ചുവെങ്കിലും ആ സർഗം വിശദീകൃതമാവുന്നത് മൂന്നാമത്തെ സ്കന്ധത്തിലാണ്. ആ മൂന്നാമത്തെ സ്കന്ധമോ കട്ടിരുച്യതേ, തുടയുടെ ഭാഗമാണ് കട്ടി. അപ്പോൾ ഇതൊക്കെ ചില ദാർശനികമായിരിക്കുന്ന ബിംബങ്ങൾ കൂടിയാണ്, അതുകൂടി മനസ്സിലാക്കണം. പുരുഷസൂക്തത്തിൽ നമ്മൾ പറയുമ്പോൾ ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹൂരാജന്യകൃത ഊരു തദസ്യത് വൈശ്യ പദ്ഭ്യം ശൂദ്രോജായത എന്ന് പറയുന്ന ദിക്കിൽ മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണനാണ് എന്ന് പറയുന്നു. മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ മുഖം എന്ന് പറയുന്നത് പോലെയല്ല സംസ്കൃതത്തിൽ മുഖശബ്ദത്തിൻ്റെ അർത്ഥം. മുഖം എന്ന് പറഞ്ഞാൽ മൗഖികം, വാക്കുണരുന്ന ദിക്കാണ് മുഖം. അതുകൊണ്ടാണ് മുഖത്ത് നിന്ന് രുചി പ്രജാപതി ഉണ്ടായി, കാലിലെ തള്ളവരിൽ നിന്ന് ദക്ഷപ്രജാപതി ഉണ്ടായി, നിഴലിൽ നിന്ന് കർദമ പ്രജാപതി ഉണ്ടായി, 2 കണ്ണുകളിൽ നിന്ന് സൂര്യചന്ദ്രന്മാരുണ്ടായി, നെറ്റിയിൽ നിന്ന് രുദ്രനുണ്ടായി എന്നിങ്ങനെ ഈ സൃഷ്ടി കൽപ്പത്തെ പറയുമ്പോൾ ആ സൃഷ്ടിയിൽ ഓരോ അംഗങ്ങളിലൂടെ ഓരോരോ ദേവതാവർഗങ്ങൾ, ഓരോരോ ഋഷിവർഗങ്ങൾ, മാനസപുത്രന്മാർ, കാമദേവൻ ഇവരൊക്കെ ഉണ്ടായ കഥകൾ പറയുന്നതിൻ്റെ കാരണം ഈ പറയുന്നതായ അംഗങ്ങളുമായി ആ സൃഷ്ടിജാലങ്ങൾക്കുള്ളതായ സ്വഭാവ സവിശേഷതകൾ, ഗുണസവിശേഷതകൾ ഇതിനെയൊക്കെ നമുക്ക് ഓർമ്മ വയ്ക്കുന്ന തരത്തിലാണ് ഇത് പറയുന്നത്. ഇത് ശാസ്ത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം, ഈ വേദാംഗ ശാസ്ത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ ശാസ്ത്രങ്ങൾ വിരാട് പുരുഷൻ്റെ ഓരോ അംഗങ്ങളായിട്ട് പറയുന്നു. ജ്യോതിഷം നയനമാണ് എന്ന്, മുഖം നിരുക്തമാണ് എന്ന്, ശ്രോത്രങ്ങൾ ഇങ്ങനെ ഓരോന്നിനെയും ഓരോന്നായി, കൈകൾ കൽപ്പമാണ് എന്നിങ്ങനെ വർണ്ണിക്കുന്നത് ആ ശാസ്ത്രത്തിൻ്റെ സ്വഭാവത്തെ സൂചിപ്പിക്കാൻ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈ ഓരോ സ്കന്ധങ്ങളെയും ഭഗവാന്റെ ഓരോ അംഗങ്ങളായിട്ട് വർണ്ണിക്കുമ്പോൾ അതുമായിട്ടുള്ള ഈ ദാർശനിക ബന്ധത്തെ കൂടി സൂചിപ്പിക്കുകയാണ്. അതാണ് മൂന്നാമത്തെ സ്കന്ധത്തിൽ നമ്മൾ കാണുന്നത്. തുടയായിരിക്കുന്നതായ ഭഗവാന്റെ തുട എന്ന് പറയുന്നത്, വൈശ്യന്മാർ തുടയിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ, വൈശ്യ സംസ്കൃതി തുടയിൽ നിന്നുണ്ടായി എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൻ്റെ വിസ്താരം അതിനെയാണ് സൂചിപ്പിക്കുന്നത്, വിസർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിന് കാരണമായിരിക്കുന്ന കൃഷി വ്യാപാരാദികളൊക്കെ വൈശ്യന്മാരുടെ കർമ്മമാണ് എന്ന് പറയുന്നു. ആ തത്വത്തെ സൂചിപ്പിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്നതായ കഥകളാണ് ഈ പ്രപഞ്ചത്തെ ഈശ്വരൻ്റെ കാർഷിക വൃത്തിയായി നമുക്ക് സൂചിപ്പിക്കുകയാണ്. അഭിവൃദ്ധിപ്പെടുത്തുക എന്നതായ ക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ സർഗപ്രക്രിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൽ ഈ അനുഭവത്തിന് കാരണമായിരിക്കുന്ന യാതൊരു സർഗമുണ്ടോ ആ സർഗത്തെ യജ്ഞം എന്നതായ തത്വമായിട്ട് ചേർത്ത് വെക്കുന്നു. അതാണ് കഥ തുടങ്ങുന്നത്. ഉദ്ധവരും വിതുരരും കണ്ടുമുട്ടുന്ന രംഗത്തിൽ നിന്നാണ്. വിതുരർ എവിടെ നിന്ന് മൈത്രേയൻ്റെ ആശ്രമത്തിലെത്തുന്നു. മൈത്രേയനോട് വിതുരർ ചോദിക്കുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം എന്താണ്? ആ കാരണമാകുന്നത് ഈശ്വരൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നുവെങ്കിലും ഈ പ്രപഞ്ചത്തിൽ വിലയം പ്രാപിക്കാതെ, ഒട്ടിച്ചേരാതെ നിൽക്കുകയും ചെയ്യുന്നു. ഇതെങ്ങനെയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് വിതുരമൈത്രേയ സംവാദ രൂപത്തിൽ സർഗലക്ഷണോപേതമായിരിക്കുന്ന കഥകളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെയാണ് നമ്മൾ ധ്രുവൻ്റെ കഥ കേൾക്കുന്നത്, പൃഥുചക്രവർത്തിയുടെ കഥ കേൾക്കുന്നത്, അല്ലേ? അതിനുശേഷം അതിമഹത്തരമായിരിക്കുന്ന സാഖ്യയോഗാദികളൊക്കെ നമ്മൾ കേൾക്കുന്നു. നാലാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ അതിമഹത്തരമായിരിക്കുന്നതായ വിസർഗലക്ഷണോപേതമായ ചരിത്രങ്ങൾ വർണ്ണിക്കുകയാണ്. സ്വയംഭൂമനുവിൻ്റെ പുത്രന്മാരായിരിക്കുന്ന ഉത്താനപാദൻ, പ്രിയവ്രതൻ ഇവരുടെ വംശപരമ്പരയായി 4-ാമത്തെ സ്കന്ധം പൂർത്തിയാകുന്നത് വരെ കപിലമഹർഷിയുടെ സാഖ്യയോഗമൊക്കെ അതിനു മുമ്പ് പറഞ്ഞത് ഈ ദേവകൂതി, ആകൂതി, പ്രസൂതി എന്ന പെൺകുട്ടികളുടെ വംശപരമ്പരയൊക്കെ വർണ്ണിക്കാനാണ്. അപ്പോൾ സർഗം, വിസർഗം എന്ന ലക്ഷണങ്ങളോട് കൂടിയ 64 അധ്യായങ്ങളിലൂടെ 3-ാമത്തെ സ്കന്ധവും 4-ാമത്തെ സ്കന്ധവും ഭഗവാന്റെ ഈ സർഗലീലകളെ വിസ്തരിച്ച് പറഞ്ഞു തന്നു. ഇനിയോ
അതിവിശദമായി നമുക്ക് പറഞ്ഞു തരുന്ന 5-ാമത്തെ സ്കന്ധം ഭഗവാന്റെ നാഭീദേശമാണ് എന്ന് പറയുമ്പോൾ സ്ഥാനം എന്ന ലക്ഷണത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്ന് ആദ്യം പറഞ്ഞില്ലേ, ജഗൃഹേ പൗരുഷം രൂപമെന്ന്. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപത്തെ ഈശ്വരനായി എങ്ങനെയാണ് നമുക്ക് ധാരണ ചെയ്യാൻ സാധിക്കുക, ആ ധാരണയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്നതാണ് 5-ാമത്തെ സ്കന്ധം. 6-ാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് പോഷണം എന്ന ലീലയാണ്. പോഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ ഈ ജീവന്മാരായ നമ്മളൊക്കെ ഉണ്ടല്ലോ, നമുക്കിതിൻ്റെ അർത്ഥങ്ങൾ വല്ലതും അറിയോ? ഒന്നും അറിയില്ല. അപ്പം നമ്മളെ ഇങ്ങനെ ഈശ്വരൻ അനവധി തരത്തിലുള്ളതായ അനുഭവങ്ങളിലൂടെ ഈ ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ശ്രവണത്തിലൂടെ നയിച്ചു എന്ന് വരാം, കീർത്തനത്തിലൂടെ നയിച്ചു എന്ന് വരാം, ഇനി അതുമല്ലെങ്കിൽ സ്മരണത്തിലൂടെ നയിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന അർച്ചന ഉപാസനാദികളിലൂടെ വ്രതാദികളിലൂടെ ഒക്കെ നമ്മളെ നയിച്ചു എന്ന് വരാം. അങ്ങനെയുള്ള പോഷണം എന്ന ഭഗവാന്റെ ലീലയാണ്. ആ ലീലയാണ് അവിടെ അജാവിളോപാഖ്യാനം. അതുപോലെ തന്നെ ദക്ഷപ്രജാപതിയുടെ മക്കളായിരിക്കുന്ന ഹൈര്യശ്വന്മാരുടെയും ശബളാശ്വന്മാരുടെയും കഥകൾ, അതേപോലെ വൃത്രാസുരൻ്റെ ചരിത്രം, ഇതൊക്കെ സ്മരണം. വൃത്രൻ്റെ ചരിത്രം പറയുന്ന സ്മരണം എന്ന ആ രീതിയിലൂടെയാണ് ഭഗവാൻ പോഷിപ്പിക്കുന്നതെങ്കിൽ അജാമിളൻ്റെ കഥ കീർത്തനത്തിലൂടെയാണ് ഭക്തിയിലേക്ക് അജാമിളനെ പോഷിപ്പിച്ചത്. നമ്മളെയൊക്കെ നാമസങ്കീർത്തനം ചൊല്ലിക്കൊണ്ട് ആ ഭക്തിയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളതായ ഭഗവാന്റെ പോഷണ ലീലകളെ ഉൾക്കൊള്ളുന്ന കഥകളാണ് 6-ാമത്തെ സ്കന്ധം. 7-ാമത്തെ സ്കന്ധമോ ഊതി എന്നതായ ലീലയാണ്. ഊതി എന്ന് പറഞ്ഞാൽ ജന്മനാ തന്നെ ഭക്തിഭാവം. നൈസർഗികീയം അതിരത്ര രാജൻ. ഈ നൈസർഗികമായിരിക്കുന്നതായ ബുദ്ധി, ജന്മനാ തന്നെ ഭക്തി ഉറച്ചവനായിരുന്നു പ്രഹ്ലാദൻ. അതുകൊണ്ട് ഉണ്ടോ, ഈ തൂണിലുണ്ടോ ഈശ്വരൻ ചോദിച്ചപ്പോൾ പ്രഹ്ലാദൻ എന്താ പറഞ്ഞേ? ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങളോട് ചോദിച്ചാൽ എന്ത് പറയും? ഉണ്ട് എന്ന് പറയുമോ? വെറുതെ പറയുന്നു മാത്രം. നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷെ പ്രഹ്ലാദൻ അത് ഉറപ്പാണ്. ജന്മനാ ഉറപ്പ് നൽകി ഭഗവാൻ വിടുകയാണ് ചില ആളുകളെ. അതാണ് ഭക്തിയുടെ 2 ഭാഗങ്ങൾ പറയും. മാർജാര ഭക്തിയും മാർക്കടി ഭക്തി എന്ന് പറയും. 2 തരം അല്ലേ? ചിലർ കുരങ്ങന്മാരെ പോലെയാ. കുരങ്ങൻ തള്ളക്കുരങ്ങ് കുട്ടിയെ കൊണ്ടുപോകണ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ? കുട്ടി ഇങ്ങനെ തള്ളക്കുരങ്ങൻ്റെ മാറിൽ അള്ളിപ്പിടിച്ചിരിക്കും. തള്ളക്കുരങ്ങോ ഒരു മരത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ചാടും, അപ്പുറത്തെ മരത്തിൽ നിന്ന് ഇപ്പുറത്തേക്ക് ചാടും, ചിലപ്പോൾ പുഴയുടെ അപ്പുറത്തേക്ക് ചാടും, ചിലപ്പോൾ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് അപ്പുറത്തെ വീടിൻ്റെ മുകളിലേക്ക് ചാടും. ഇതൊക്കെ ചാടുമ്പോഴും കുട്ടി വീഴാതിരിക്കണമെങ്കിൽ ആര് ശ്രദ്ധിക്കണം? കുട്ടി ശ്രദ്ധിക്കണം. അമ്മയുടെ മേത്ത് അള്ളി പിടിച്ചിരുന്നോളണം അല്ലേ? നേരെ മറിച്ച് ഒരു പൂച്ച തൻ്റെ കുട്ടികളെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ? അവിടെ പൂച്ചക്കുട്ടികൾക്ക് ഒരു പ്രശ്നമൊന്നുമില്ല, അതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. തള്ളയാണ്. എവിടെയെങ്കിലും ശത്രുവിൻ്റെ ഒരു മണമോ എന്തെങ്കിലും വന്നാൽ തള്ള ഓടി വരുന്നു, കുട്ടിയെ കടിച്ചെടുക്കുന്നു. കടിച്ചെടുക്കുന്നത് എങ്ങനെയാ? മഹാന്മാരായിരിക്കുന്ന കവികൾ എങ്ങനെയാണ് വാക്ക് കവിതയിൽ ഉപയോഗിക്കുന്നത്, അതേപോലെയാണത്രേ ഈ പൂച്ച തൻ്റെ കുട്ടികളെ കടിച്ചെടുക്കുന്നത്. മഹാന്മാർ കവിതയിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? അതിസൂക്ഷ്മമായി അല്ലേ? ഒന്ന് വിടാനും പറ്റില്ല അല്ലേ? അത്രയും കൃത്യമായിരിക്കണം അത്. അതിൻ്റെ അർത്ഥബോധം കൃത്യമായി തോന്നുന്ന വിധത്തിൽ. അതേപോലെയാണ് പൂച്ച തൻ്റെ കുട്ടികളെ കടിച്ചെടുക്കുമ്പോൾ കൃത്യമായി. ഒന്ന് കടിയൊന്ന് കൂടിയാൽ കുട്ടി ചാവും അല്ലേ? കടിയൊന്ന് അയഞ്ഞാലോ കുട്ടി താഴെ വീഴും. അപ്പോൾ അത്രയും സൂക്ഷ്മമായി, ഒരു തണുത്തുറഞ്ഞ ഗംഗാനദി കുറുകെ കിടക്കുന്നത് പോലെ അത്രയും സൂക്ഷ്മമായി കുട്ടിയെ കടിച്ചെടുത്ത് കൊണ്ടുപോകുന്നു എന്നാണ്. അപ്പോൾ ഈ ഈശ്വരൻ ഇതുപോലെയാണ് അത്രേ ഭക്തന്മാരും. ചില ഭക്തന്മാർ ഈ കുരങ്ങന്മാരെ പോലെയാ, ഈശ്വരനെ അള്ളിപ്പിടിച്ചിരിക്കും. ഈശ്വരൻ ശ്രദ്ധിക്കുകയില്ല. ഈശ്വരൻ ഇങ്ങനെ തൻ്റേതായ ലീലകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭക്തന്മാരെന്ത് ചെയ്യും? ഈശ്വരാ 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 നാരായണ ഹരേ കൃഷ്ണ അല്ലേ? അനുനിമിഷം. കാരണം ഇത് വിളിക്കാതിരുന്നാൽ ഞാൻ കുഴപ്പക്കാരനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് സത്യമാണ്. ഭാഗവതം ഇല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ ഞാനായേനെ. അപ്പോൾ ഭഗവാനെ വിളിച്ച കുഴപ്പക്കാരാവും. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അനുനിമിഷം വിളിച്ചുകൊണ്ടിരിക്കുന്നു. കുരങ്ങൻ എങ്ങനെയാണ് തള്ളക്കുരങ്ങിൻ്റെ മാറത്ത് അള്ളിപ്പിടിച്ച് കുട്ടികളിരിക്കുന്നത്, അതേപോലെ ഭഗവാനെ പിടിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇനിയോ ചില ആളുകളുണ്ട് ഭഗവാനെ ശ്രദ്ധിക്കും കൂടിയില്ല. അവനവൻ്റെ കളികൾ, അവനവൻ്റെ ജീവിതത്തിലെ സുഖങ്ങൾ ദുഃഖങ്ങൾ ഇതൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈശ്വരനെക്കുറിച്ച് ഒരു വിചാരവും ഇല്ല. അങ്ങനെയുള്ള ആളുകൾ. പക്ഷെ അവരെ എപ്പോഴും ഈശ്വരൻ എന്ത് ചെയ്യും? ഈ തള്ളപ്പൂച്ച കൊണ്ട് നടക്കണ പോലെ കൊണ്ട് നടക്കും ചില ആളുകൾ. കണ്ടിട്ടില്ലേ? ഇതൊന്നും ഒരു അമ്പലത്തിലും പോകാറില്ല, എന്നാലും ഒരു കുഴപ്പമില്ല, നല്ല സുഖമായിട്ട്. അത് ഈശ്വരന് അവരോട് ഇഷ്ടമുണ്ട്. നിങ്ങൾ അവരെ പറ്റി വേവരാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇതിലേതിലാണ് നമ്മൾ പറഞ്ഞതെന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. അതാണ് പോഷണം എന്ന ലീല. ആ ലീലയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് പ്രഹ്ലാദൻ അല്ലേ? പ്രഹ്ലാദൻ്റേതായിരിക്കുന്ന ഭാവം അത് ജന്മനാ തന്നെ ഭക്തിയായിരുന്നു. അതേപോലെയാണ് ധർമ്മപുത്രര്. അത് യുധിഷ്ഠിര നാരദ സംവാദ രൂപത്തിലാണ് 7-ാമത്തെ സ്കന്ധം പറഞ്ഞു തരുന്നത് തന്നെ. ഇനി 8-ാമത്തെ സ്കന്ധം എടുത്താലോ മന്വന്തരമാണ്.
ഈ മന്വന്തരം എന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ കാലമാണ് ഈശ്വരൻ. നേരത്തെ പറഞ്ഞില്ലേ, ജഗൃഹേ പൗരുഷം രൂപം, ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചമായി പരിണമിച്ചു എന്ന് പറഞ്ഞില്ലേ. ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചത് എങ്ങനെയാ? കാലത്തെ ആശ്രയിച്ചും ദേശത്തെ ആശ്രയിച്ചുമാണ്. കാലദേശമില്ലാതെ പ്രപഞ്ചമില്ല. ഉണ്ടോ? നമ്മളൊക്കെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ കാരണന്മാർ പറയില്ലേ, സ്ഥലകാലബോധത്തോടു കൂടി വർത്താനം പറയൂ എന്ന് പറയില്ലേ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്ഥലകാലബോധമില്ലാതെ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. സ്ഥലവും കാലവുമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത്. കലണ്ടറും വാച്ചും ക്ലോക്കും ഒന്നും ഇല്ലെങ്കിലത്തെ കഥയൊന്ന് ആലോചിച്ച് നോക്കൂ. പഴയ കാലത്ത് എങ്ങനെയായിരുന്നു? അവർ പ്രകൃതിയിലേക്ക് നോക്കും. പ്രകൃതിയിലേക്ക് നോക്കിയിട്ടാണ് കാലത്തെ നിശ്ചയിച്ചിരുന്നത്, ദേശത്തെ മനസ്സിലാക്കിയിരുന്നത്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കിയും പ്രകൃതിയിലെ ജീവജാലങ്ങളുടെ സ്വഭാവ സവിശേഷതകളും അവയുടെ ചലനങ്ങളെ നോക്കിയുമാണ് കാലദേശങ്ങളെ ഉൾക്കൊണ്ടിരുന്നത്. പക്ഷേ കാലദേശങ്ങളില്ലാതെ ഒരു കാലത്തും നമുക്കൊന്നിനെയും മനസ്സിലാക്കാനോ അറിയാനോ അനുഭവിക്കാനോ സാധിക്കുകയില്ല. അനുഭവത്തിൻ്റെ അടിസ്ഥാനം തന്നെ കാലദേശമാണ്. ദ ടൈം ആൻഡ് സ്പേസ്. ലോകം മുഴുവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രപഞ്ചകാരണത്തിൻ്റെ അടിസ്ഥാനവും ടൈം ആൻഡ് സ്പേസ് ആണ്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ആർക്കും എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു മന്വന്തരം. ആ കാലം എന്ന് പറയും സ്വയം ഈശ്വരനാണ്. ആ 8ാമത്തെ സ്കന്ധത്തിലാണ് നമ്മൾ പാലാഴി മഥനം മുതലായിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ കാണുക. കൂർമാവതാരം, മായാമോഹിനി അവതാരം, അവിടെ ധർമ്മശാസ്ത്രാവതാരത്തിന് കാരണമായിരിക്കുന്ന ശങ്കരമോഹനം എന്ന് പറയുന്ന കഥ, പിന്നെ വാമനാവതാര കഥ. ആ 8ാമത്തെ സ്കന്ധത്തിൻ്റെ അവസാനം നമ്മൾ കാണുന്നു മത്സ്യാവതാരം. മനസ്സാണ് മത്സ്യമൂർത്തി. ആ മനസ്സിൻ്റെ സ്വഭാവ സവിശേഷതകളെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. മനസ്സ് എന്ന് പറയുന്നതാണ് സ്മൃതിയുടെ അടിസ്ഥാനം. സ്മൃതി മനസ്സിലാണ്. ഇങ്ങനെയുള്ള തത്വങ്ങളെയൊക്കെ വ്യക്തമാക്കുന്നതാണ് 8ാമത്തെ സ്കന്ധം. 9ാമത്തെ സ്കന്ധമോ? 9ാമത്തെ സ്കന്ധമാണ് അതിമഹത്തരമായിരിക്കുന്നതായ വംശാനുചരിതം എന്ന കഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യവംശം, ചന്ദ്രവംശം, ആ വംശത്തിലുണ്ടായിരിക്കുന്ന ഈശ്വരതുല്യരായിരിക്കുന്ന ആളുകൾ, ശ്രാദ്ധദേവൻ്റെ വംശപരമ്പര, ദിഷ്ടൻ, ദൃഷ്ടൻ, കരൂഷൻ, ശര്യാദി, നഭകൻ, നാഭാകൻ, അംബരീഷൻ മുതലായിരിക്കുന്ന വംശപരമ്പരകൾ ഇങ്ങനെ പോയി അജൻ മുതലായിരിക്കുന്ന രാജാക്കന്മാരുടെ കഥ പറഞ്ഞ് സാക്ഷാൽ ശ്രീരാമൻ്റെ കഥ പറയുന്നു. രാമായണം മുഴുവൻ 2 അധ്യായങ്ങളെ കൊണ്ട് പറയുന്നു. അതിനുശേഷം 10ാമത്തെ സ്കന്ധത്തിലേക്ക് എത്തുമ്പോൾ അവിടെ കർണാക്ഷിനാസികായുക്തം ഭഗവാന്റെ മുഖമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതായ നാഭീദേശമാണ് 5ാമത്തെ സ്കന്ധമെങ്കിൽ പോഷണമെന്ന ലീല നടക്കുന്ന ഭഗവാന്റെ ഉദരത്തിലാണ്. ഉദരമായിട്ടാണ് 6ാമത്തെ സ്കന്ധത്തെ പറയുന്നത്. അല്ലേ? 7ാമത്തെ സ്കന്ധം ഭഗവാന്റെ മാറിടമാണ്. സ്വന്തം മാറോട് ചേർത്ത ഭക്തനെ, അല്ലേ, പ്രഹ്ലാദനെ മാറോട് ചേർത്തിരിക്കുന്ന നരസിംഹമൂർത്തിയെ അല്ലേ അവിടെ നമ്മൾ കാണുന്നത്. ഇനിയോ 8ാമത്തെ സ്കന്ധം എന്ന് പറയുന്നത് ഭഗവാന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തിലാണ് പാലാഴി മഥനം നടന്നിട്ടുള്ളത്. 9ാമത്തെ സ്കന്ധം സൂര്യചന്ദ്രന്മാരാകുന്ന ഭഗവാന്റെ 2 തോളുകളാണ്. ഈ 2 തോളുകളിലാണ് സൂര്യവംശം, ചന്ദ്രവംശം എന്ന് പറയുന്നതായ കഥകൾ പറയുന്നത്. അതുകൊണ്ട് 9ാമത്തെ സ്കന്ധം ഈ പറയുന്നതായ വംശാനുചരിതം എന്ന് പറയുന്ന ലക്ഷണത്തോടു കൂടിയത്. 10ാമത്തെ സ്കന്ധം കർണാക്ഷിനാസികായുക്തം ദശമം ഭഗവാന്റെ മുഖമാണ് 10ാമത്തെ സ്കന്ധം. എന്ന് വെച്ചാൽ തമത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ഭഗവാന്റെ ജനനം. ആ ജനനം മുതൽ ഭഗവാന്റെ ബാലലീലകൾ, പിന്നെ അവിടുന്ന് കംസവധം, രുക്മിണി വിവാഹം, അല്ലേ, അവിടുന്ന് ഭഗവാന്റെ രാജശാസനം, ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ ഉദ്ധവർക്ക് ആത്മതത്വം ഉപദേശിച്ചു കൊടുത്ത് സ്വയം 5125 വർഷം മുമ്പ്, 18,70,835 ദിവസങ്ങൾക്ക് മുൻപ്, ആ കലി 1-ാം ദിനം ഭഗവാൻ സ്വധാമത്തിലേക്ക് യാത്രയായി എന്ന കഥ പറഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്ന 11ാമത്തെ നിരോധം എന്ന ലക്ഷണത്തോടു കൂടിയാണ് ഈ ആത്മതത്വമൊക്കെ നമ്മൾ കേട്ട് ഭഗവാന്റെ സ്വർഗാരോഹണം കേൾക്കുന്നത്. ആ നിരോധം എന്ന ലക്ഷണം കഴിഞ്ഞാൽ പിന്നെ 12ാമത്തെ സ്കന്ധം ആശ്രയം. ഭാഗവത്തിൻ്റെ തുടക്കത്തിലെ ചോദ്യം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്? ധർമ്മക്കം ശരണം ഗത. ധർമ്മം ആരെയാണ് ശരണം പ്രാപിച്ചത്? ആരെയാണ് ആശ്രയിച്ചത്? ആരെയാണ് ധർമ്മം ആശ്രയിച്ചത്? ഇതുവരെ 11 സ്കന്ധങ്ങളെ കൊണ്ട് എന്താണോ പറഞ്ഞത് അതിനെയാണ്, ആ പ്രത്യക്ഷ കൃഷ്ണനായ ശ്രീമദ് ഭാഗവതത്തെയാണ് ധർമ്മം കലികാലത്ത് ആശ്രയിച്ചത്. കലികാലം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വേണം? ഈ കലികാലത്തിലെ സകലവിധ തരത്തിലുള്ളതായ ഇന്ദ്രിയങ്ങളുടെ എല്ലാ തരത്തിലുമുള്ളതായ ദുസ്വഭാവങ്ങളും ദുഷ്ചിന്തകളും, അല്ലേ, ദുരനുഭവങ്ങളും ഇല്ലാതാവാൻ നമുക്ക് ആശയങ്ങളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച് ഒക്കെയുള്ള അനവധി തരത്തിലുള്ള സന്ദേഹങ്ങൾ, ഈ സന്ദേഹങ്ങളൊക്കെ ഇല്ലാതാവാൻ ഈ കലികാലത്തിൽ നമുക്ക് ആശ്രയിക്കാനുള്ളത് ധർമ്മനിഷ്ഠരായ നമുക്ക് ആ ധർമ്മത്തിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ ഭാഗവതം എന്താണ് എന്ന് അനുഭവിക്കണം. ആ ഭാഗവതത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഭാഗവതം നമുക്ക് പറഞ്ഞു തന്ന സന്ദേശം എന്താ? ജഗൃഹേ പൗരുഷം രൂപം. ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചു എന്നാണ്. ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഭഗവാനല്ലാത്തതായി മറ്റൊന്നുമില്ല എങ്കിൽ
നമുക്ക് മുന്നിൽ കാണുന്ന ഏതിനെയെങ്കിലും നമുക്ക് മോശമെന്ന് പറയാൻ സാധിക്കുമോ? നമ്മളെക്കാളും കേമമായി വല്ലതും ഈ ലോകത്തുണ്ടോ? ഉണ്ടോ? നീ എന്നേക്കാൾ മോശമാണ്, നീ എന്നേക്കാൾ താഴെയാണ്, മേലെയാണ് എന്നിങ്ങനെയുള്ള ഭേദബുദ്ധി നമുക്കുണ്ടാവുമോ? ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ ഈ ഭേദബുദ്ധികളെയൊക്കെ ഇല്ലാതാക്കുന്നതാണ് എന്ത്? ശ്രീമദ് ഭാഗവതം. ആ ഭേദബുദ്ധി ഇല്ലാതാകുന്നതായ അവസ്ഥ ആ അനുഭവത്തിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ ഏനകേനജിദാച്ഛന്ത ഏനകേനജിദാശിന എത്ര ക്വചന ശായീച്ച തം ദേവാ ബ്രാഹ്മണോ വിദു. വ്യാസൻ പറഞ്ഞ അനുഭൂതിയിലേക്ക് നമ്മൾ എത്തും. ഏനകേനജിദാച്ഛന്ത ഏനകേനജിദാശിന, എന്തെങ്കിലുമൊക്കെ ഉടുത്ത് നാണം മറയ്ക്കുന്നവർ, എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പകറ്റുന്നവർ, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ശയിച്ച് വിശ്രമിക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ് ഞാൻ ബ്രാഹ്മണൻ എന്നറിയുന്നത് എന്നാണ് പറഞ്ഞത്. ആ ബ്രാഹ്മണനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. പരീക്ഷത്തിൻ്റെ അരികത്തേക്ക് ഭാഗവതത്തെ പകർന്നു കൊടുക്കാനുള്ളതായ ഭഗവത് സ്വരൂപമായി വന്നു ചേർന്ന ശ്രീശുക ബ്രഹ്മർഷി അല്ലേ? ഏനകേനജിദാച്ഛന്ത, എന്തെങ്കിലുമൊക്കെ ഉടുത്ത് നാണം മറയ്ക്കുക എന്ന് പറയുന്ന സ്വഭാവത്തോടു കൂടിയ ദിഗംബരന്മാരുടെ ആ വംശപരമ്പരയിലേക്ക് എത്തിച്ചേർന്നവരാണ് ഇവരൊക്കെ. സനകാദി ഋഷീശ്വരന്മാർ, ശ്രീശുകന്മാർ അല്ലേ? നമ്മളൊന്നും അവിടേക്ക് എത്തിയിട്ടില്ല, പരമഹംസന്മാരായിട്ടില്ല. അപ്പോൾ അവിടേക്ക് ആയ ആളുകളുടെ അവസ്ഥയാണ് ഈ പറയുന്നത് അല്ലേ? നമ്മളൊക്കെ എന്തിനാ വസ്ത്രം എടുത്തിരിക്കുന്നത്? എന്തിനാ വസ്ത്രം എടുത്തിരിക്കുന്നത്? നാണം മറയ്ക്കാൻ അല്ലേ? നാണം മറയ്ക്കാനാണെങ്കിൽ വല്ല ചാക്കോ കടലാസോ ഒക്കെ എടുത്ത് മറിച്ചാൽ പോരെ? എന്തിനാ ഈ വിശേഷ വസ്ത്രങ്ങൾ? ആണിനൊരു പ്രത്യേക വസ്ത്രം, പെണ്ണിന് വേറെ വസ്ത്രം, കുട്ടികൾക്ക് വേറെ വസ്ത്രം, മുതിർന്നവർക്ക് വേറെ വസ്ത്രം, ഒരു ടൈയും കോട്ടും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ ഇട്ട് ഞാനിവിടെ നിങ്ങൾക്ക് പ്രഭാഷണം പറയാൻ വന്നിരുന്നാൽ നിങ്ങൾ എന്നെ ഇങ്ങോട്ട് കയറ്റുമോ? ഹരിയാട്ട അപ്പം പറയും, പൊക്കോളാൻ പറയും, ഈ വഴിക്ക് വരണ്ടെന്ന് പറയും അല്ലേ? എല്ലാറ്റിനും അതിൻ്റേതായ ചില അഹംബോധങ്ങളുണ്ട് നമുക്ക്. നമ്മൾ വസ്ത്രം ധരിക്കുന്നതിൽ എന്തുണ്ട്? ഞാനെന്ന ഭാവമുണ്ട്, എൻ്റെ ജാതിയുണ്ട്, എൻ്റെ സംസ്കാരമുണ്ട്, എൻ്റെ മതമുണ്ട്, എൻ്റെ ചിന്തയുണ്ട്, എൻ്റെ ജോലിയുണ്ട് അല്ലേ? ആ അഹത്തോടു കൂടിയാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതോ എന്തിനാ? വിശപ്പ് മാറാനാണോ? വിശപ്പ് മാറാനാണെങ്കിൽ വല്ല കൃത്യമായിട്ടുള്ള മേടമാസത്തിൽ നമ്മൾ നല്ല ചക്കയുണ്ടാവും, മാങ്ങയുണ്ടാവും. ഓരോ പ്രകൃതിയുടെ അടുക്കളയിൽ ഉണ്ടാക്കി തരുന്ന ഈ ഭൂമിയാകുന്ന അമ്മ നമുക്ക് തരുന്നത് മാത്രം നമുക്ക് കഴിച്ചാൽ പോരെ? പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലുമുണ്ട് എന്തൊക്കെ? നമ്മുടെ ജാതിയുണ്ട്, നമ്മുടെ മതമുണ്ട്, നമ്മുടെ ദേശമുണ്ട്, നമ്മുടെ സംസ്കാരമുണ്ട്, ഞാനെന്ന വ്യക്തിത്വമുണ്ടല്ലേ. വീട്ടിലാണെങ്കിൽ നമ്മൾ ഈ അന്നദാനത്തിലിരിക്കുന്ന പോലെ ശാന്തമായിരുന്നു ഭക്ഷണം കഴിക്കുമോ? ഇല്ല. വീട്ടിലാണെങ്കിൽ അച്ഛനൊരു കറി, അമ്മയ്ക്ക് വേറെ കറി, ചേട്ടന് വേറെ കറി, പിന്നെ ചമ്മന്തി വേറെ, പപ്പടം ചുട്ടത് വേറെ അല്ലേ? ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങൾ. ഇവിടെ നിന്ന് എറണാകുളത്തേക്ക് പോയി കഴിഞ്ഞാൽ സാമ്പാർ വേറെ, തൃശ്ശൂരത്തെ സാമ്പാർ വേറെ, കണ്ണൂരത്തെ സാമ്പാർ വേറെ, തിരുവനന്തപുരത്തെ സാമ്പാർ വേറെ. ഇവിടെ പുളിയിഞ്ചി, കൊല്ലം ഭാഗത്തെത്തി ഇഞ്ചംപുളിയായി. ദേശം, കാലം, ഞാനെന്ന ബോധം, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തെയും ബാധിച്ചിരിക്കുന്നു. ഈ പറയുന്ന തരത്തിലുള്ളതായ ഭേദചിന്തകളിലൂടെ കടന്നു പോകുന്നവരായ നമ്മളെയെല്ലാം ഈ ഭേദചിന്തകളിൽ നിന്ന് ഏകചിന്തയിലേക്ക് നയിക്കുന്നു ശ്രീമദ് ഭാഗവതം. ഇത് തന്നെയാണ് ശങ്കരാചാര്യർ അദ്വൈതത്തിലൂടെ ഉദ്ദേശിച്ചത്. അഹം ബ്രഹ്മാസ്മി, തത്വമസി, പ്രജ്ഞാനം ബ്രഹ്മ, അയമാത്മാ ബ്രഹ്മ എന്നിങ്ങനെ വേദാന്തികൾ ഏതൊരു അനുഭൂതിയിലേക്കാണോ പ്രപഞ്ചത്തെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചത്, ആ അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിനെ നമ്മൾ നിരന്തരം ധ്യാനിക്കുക എന്നുള്ളതാണ് അല്ലേ? വേദാന്തം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒന്നല്ല. ജീവിതത്തെ മുഴുവൻ പാടെ പരിത്യജിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഗുഹയിൽ പോയി ആനന്ദ നിർവൃതി അടഞ്ഞ് ഇരിക്കുന്ന അവസ്ഥയല്ല സമാധി എന്ന് പറയുന്നത്. നേരത്തെ ആദ്യമേ ഞാൻ ചോദിച്ച മോക്ഷം എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ മോക്ഷം ചോദിക്കുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും 3-ാമത്തെ സ്കന്ധം വൃത്തിയായി കേൾക്കണം. വൃത്തിയായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മോക്ഷം എന്താണെന്ന് മനസ്സിലാവും. കാരണം വൈകുണ്ഠത്തിലേക്ക് യാത്രയായ സനകാദി ഋഷീശ്വരന്മാർക്ക് വൈകുണ്ഠത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. 2 കാവൽക്കാർ അവരെ തടഞ്ഞത് ജയവിജയന്മാരാണ്. ആ തടഞ്ഞവരായ ജയവിജയന്മാർക്ക് എത്ര ജന്മം എടുക്കേണ്ടി വന്നു? 3 ജന്മം എടുക്കേണ്ടി വന്നു അല്ലേ? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവുമായി, രാവണനും കുംഭകർണനുമായി, ശിശുപാലനും ദന്തഭക്തനുമായി. വൈകുണ്ഠത്തിലെ കാവൽക്കാർക്ക് പോലും പിന്നെയും ജനിക്കേണ്ടി വന്നുവെങ്കിൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണുവിന് പോലും മത്സ്യകൂർമ്മ വരാഹ നരസിംഹവാമന പരശുരാമ ബലരാമ ശ്രീരാമാദികൾ ആകുന്ന എത്ര അവതാരങ്ങൾ എടുക്കേണ്ടി വന്നുവെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മോക്ഷം എന്ന് പറഞ്ഞാൽ ജനനമില്ലാത്ത അവസ്ഥയല്ല, മരണമില്ലാത്ത അവസ്ഥയല്ല. പിന്നെ എന്താണ് മോക്ഷം എന്ന് പറഞ്ഞാൽ? ജനനവും മരണവും നമ്മളെ ബാധിക്കാത്ത അവസ്ഥയാണ്. ജനനം മരണം നമ്മളെ ബാധിക്കാത്ത അവസ്ഥയാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് പൃഥുമഹാരാജാവിനെ പോലെയുള്ള ഭക്തന്മാരുടെ സ്തുതികളിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. അയുതം കാതുകൾ എനിക്ക് തരൂ ഭഗവാനെ അല്ലേ? എനിക്ക് നാഗപൃഷ്ഠാദികളൊന്നും വേണ്ട, സ്വർഗലോകങ്ങൾ വേണ്ട, ദീപങ്ങളുടെ ആധിപത്യം വേണ്ട. വൃത്രാസുരൻ്റെ പ്രാർത്ഥനയുണ്ട്, അജാതപക്ഷായുവ മാതരം ഖഗ. ഇവരൊക്കെ പ്രാർത്ഥിച്ചത് എന്താ? എത്ര ജന്മജന്മാന്തരങ്ങൾ ജനിക്കേണ്ടി വന്നാലും, എത്ര വട്ടം ജനിക്കേണ്ടി വന്നാലും, എത്ര വട്ടം മരിക്കേണ്ടി വന്നാലും, ഏത് ഭൂതജാലങ്ങളായി ജനിക്കേണ്ടി വന്നാലും, മത്സ്യകൂർമ്മ വരാഹ കൃപി കീടങ്ങളായി ജനിക്കേണ്ടി വന്നാലും ശരി, ഈ ജന്മങ്ങളിലെല്ലാം എന്തുമാത്രം വേണം? ഭഗവാനെക്കുറിച്ചുള്ളതായ സ്മരണ വേണം, ഭഗവത് പാദരതി എനിക്കുണ്ടാവണം. ഭഗവത് സ്മൃതി ഉള്ളവർക്ക് ജനനവും ഒരു പ്രശ്നവുമല്ല,
മരണവും ഒരു പ്രശ്നമല്ല. ജനന മരണങ്ങളോ ശരീരത്തിൻ്റേതായ ആധിവ്യാധികളോ നമ്മളെ ബാധിക്കാതെ ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് സകല പ്രപഞ്ച അനുഭവങ്ങളെയും ഈശ്വരീയമായ ആനന്ദമായി ഉൾക്കൊള്ളാനുള്ളതായ ഉൾക്കരുത്ത് നേടലാണ് യഥാർത്ഥത്തിൽ ശ്രീമദ് ഭാഗവത ശ്രവണം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് നേടുക എന്ന പ്രക്രിയ. അതെങ്ങനെയാണ് നേടുക? ഒറ്റ നിമിഷം കൊണ്ടോ, ഒരു ദിവസം കൊണ്ടോ, ഒരാഴ്ച കൊണ്ടോ, ഒരു വർഷം കൊണ്ടോ, ഏതെങ്കിലും ഒരു കാലാവധി കൊണ്ടോ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. സ്വാദു പദേ പദേ. സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തനോ സംസ്കാര. വീണ്ടും 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 ആവർത്തിക്കപ്പെടുന്നതാണ് നമ്മുടെ സംസ്കാരമായി മാറുന്നത്. ആ സംസ്കാരമാണ് അനുഭവമായി മാറുന്നത്. അപ്പോൾ സംസ്കാര പദത്തിൻ്റെ അർത്ഥം ആവർത്തനമാണ്. ആവർത്തനമാണ് നമ്മുടെ അനുഭൂതിയായി പരിണമിക്കുന്നത്. വീണ്ടും 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 ആവർത്തിക്കലാണ് ധ്യാനം എന്ന് പറയുന്നത്. ആ ധ്യാനത്തിന് ഉതകുന്ന ധാരണ പകർന്നു തരലാണ് ശ്രവണങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയുള്ള തത്വങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് 10 ലക്ഷണങ്ങൾ: നിരോധം, മുക്തി, ആശ്രയം. ആശ്രയത്തിൽ എന്തിനെ ആശ്രയിക്കണം? ധർമ്മത്തിൽ നിലനിൽക്കാൻ നമുക്ക് ആശ്രയിക്കാനുള്ളത് ഭഗവാനെയാണ്. ആ ഭാഗവതത്തെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ സർവചരാചരങ്ങളിലേക്കുമുള്ള അകൈതവമായ സ്നേഹം അത് നിറയും. നമുക്കൊന്നിനെയും സ്നേഹിക്കാൻ ഉപാധികളുടെ ആവശ്യമില്ലാതെ വരും. ഉപാധികളില്ലാതെ നമുക്ക് നമ്മുടെ ഹൃദയത്തെ സർവ്വതിലേക്കും പകർന്നു കൊടുക്കാനുള്ള ആ സംസ്കൃതി നമുക്ക് പകർന്നു തരികയാണ്. സംസ്കൃതി എന്ന വാക്കിൻ്റെ അർത്ഥം ആവർത്തനത്തിലൂടെ ഉണ്ടാകുന്നതായ അനുഭവം, അല്ലേ? ആ അനുഭവം ഉണ്ടാകുമ്പോൾ എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ ആ ഈശ്വരീയമായിരിക്കുന്ന ഒരു നാടകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്ത ഉപദേശം. ഭാഗവതത്തിൻ്റെ സാരം 4 ശ്ലോകങ്ങൾ. അഹമേവാസമേവാഗ്രേ നാന്യത്യൽ സദസൽപരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സോസ്മ്യഹം. ആത്മാവ് എന്നതായ ആ അനുഭവം എന്താണ് എന്ന് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പും ഈ പ്രപഞ്ചം ഉള്ളപ്പോഴും പ്രപഞ്ചത്തിന് ശേഷവും ഒന്നേ ഉള്ളൂ, അത് ഞാനാണ്. ആ ഞാനിനെയാണ് ഈശ്വരൻ, ബ്രഹ്മം, പരമാത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. ഋതേർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാ തമഃ. എല്ലാം നമുക്ക് ഉണ്ട് എന്ന് തോന്നുന്നു, പക്ഷേ ഒന്നും ഇല്ലതാനും. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതായ യാതൊന്നുണ്ടോ അതിനെയാണ് മായ എന്ന് വിളിക്കുന്നത്. ആ മായയാണ് പ്രപഞ്ചത്തിൻ്റെ കാരണം. അപ്പം നിൻ്റെ സൃഷ്ടിക്ക് അടിസ്ഥാനം മായയാണ്. അപ്പോൾ ആ മായയുടെ സ്വഭാവം എന്താ? ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന്നു നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതെല്ലാം ഉള്ളിലുള്ളതുള്ളതാണ്. ഈ അനുഭൂതിയിലേക്ക് ചേർന്ന് നിന്നാൽ മാത്രമേ മായ നമ്മളെ ബാധിക്കാതിരിക്കുകയുള്ളൂ എന്നതാണ് ഉപദേശം. യഥാമഹാന്തി ഭൂതാനി ഭൂതേഷു ചാപചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി യഥാ തേഷു ന തേഷ്വഹം. സർവഭൂതജാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു ഞാൻ, ഈശ്വരൻ. അപ്പോൾ എല്ലാ ഭൂതജാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതാണ് ഈശ്വരനെങ്കിൽ ആ ഈശ്വരനെ നമുക്ക് എല്ലാ ഭൂതജാലങ്ങളിലും കാണാൻ പറ്റണ്ടേ? അനുഭവിക്കാൻ പറ്റണ്ടേ? പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്താ? എല്ലാറ്റിലും ഞാൻ ഉണ്ടെങ്കിലും ഞാൻ ഒന്നിനോടും ഒട്ടിച്ചേർന്നിരിക്കുന്നില്ല. അന്വയവ്യതിരേകം എന്ന്. എല്ലാറ്റിനും ചേർന്ന് നിൽക്കുന്നുണ്ട്, പക്ഷെ ഒന്നിലും ഞാനില്ല. ഇതിൻ്റെ ഉദാഹരണം 11ാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായി വിശദീകരിച്ച് തരും നിങ്ങൾക്ക്. ഒരു കൊട്ടത്തേങ്ങയും നാളികേരവും തമ്മിലുള്ള വ്യത്യാസം പോലെ ഈ അനുഭവത്തിൽ അറിഞ്ഞവരായിട്ടുള്ള പരമഹംസന്മാരുടെ അവസ്ഥ എന്താണ് എന്ന്. ഇനിയോ അനുഭൂതി. ഇതിനെ അനുഭവിക്കുക, എന്നെ അനുഭവിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ കർമ്മവും ചെയ്യുക എന്ന ഉപദേശമാണ് ബ്രഹ്മാവിന് സൃഷ്ടിയിൽ അഹംബോധമില്ലാതിരിക്കാൻ വേണ്ടി ഭഗവാൻ കൊടുത്ത ആ ചതുശ്ലോകി ഭാഗവതത്തിലെ 4ാമത്തെ ശ്ലോകം ഉൾക്കൊള്ളുന്നത്. സാക്ഷാത്കാരമാണ്. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന അന്വയവ്യതിരേകാഭ്യാം യസ്യാത് സർവത്ര സർവദാ. എല്ലായിടത്തും ഭഗവാനുണ്ട്. അങ്ങനെയുള്ളതായ ആ ഭഗവാൻ ഉണ്ട് എന്ന അനുഭൂതിയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ ഭഗവാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന ഉത്ബോധത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളിൽ നമുക്ക് ഒട്ടൽ വരില്ല. അപ്പം ബ്രഹ്മാവിന് സൃഷ്ടിയിൽ മമത ഉണ്ടാവാതിരിക്കാൻ ഭഗവാൻ കൊടുത്ത ഉപദേശമാണ് 4 ശ്ലോകങ്ങൾ. ബ്രഹ്മാവ് ചോദിച്ചതെന്താ? ഞാൻ സൃഷ്ടി ചെയ്യുമ്പോൾ
ഞാൻ സൃഷ്ടിക്കുന്നു എന്ന തോന്നലുണ്ടാവുമ്പോൾ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളൊക്കെ ആരുടെയായി? എൻ്റെയായി. അപ്പോൾ എൻ്റേതായ ആ സാധനങ്ങൾ ഉണ്ടാവുമ്പോൾ ആ എൻ്റേതായതുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? എനിക്ക് ദുഃഖമുണ്ടാവും അല്ലേ? എൻ്റെ കുട്ടിക്ക് രോഗം വന്നാൽ എനിക്ക് ദുഃഖമുണ്ടാവും. അയൽപക്കത്തെ കുട്ടിക്ക് രോഗം വന്നാലോ അത് അവർ നോക്കിക്കോളും അല്ലേ? അപ്പോൾ എൻ്റേതുകൾ അത് നശിച്ചാലും അതിനെന്തെങ്കിലും തളർച്ച വന്നാലും എനിക്ക് ദുഃഖമുണ്ടാവും. അപ്പോൾ എൻ്റേതുകൾ ദുഃഖിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, എൻ്റേതുകളെക്കുറിച്ച് ദുഃഖിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രഹ്മാവിന് എന്തിനേ നേരമുണ്ടാവൂ? കരയാനേ നേരമുണ്ടാവൂ അല്ലേ? കാരണം സൃഷ്ടിയുടെ അടിസ്ഥാനം തന്നെ നാശമാണ്. അതുകൊണ്ടാണ് ബ്രഹ്മാവ് ചോദിക്കുന്നത്, ഞാൻ ഈ സൃഷ്ടികർമ്മം ചെയ്യാം, പക്ഷേ എനിക്ക് ദുഃഖമില്ലാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള ഉത്തരം ഇതാണ്, എന്നെ കാണുക, ഞാനല്ലാതെ ഒന്നുമില്ല, നീ ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നുണ്ടോ ബ്രഹ്മാവ്? ഉണ്ടോ? ഇല്ല. ഭഗവാൻ സ്വയം പ്രപഞ്ചമായി പരിണമിച്ചിരിക്കുന്നു. ആ പ്രപഞ്ചമായി പരിണമിച്ച ഭഗവാനെ അനുഭവിക്കുവാനുള്ള പാത്രങ്ങളെ ഒരുക്കുകയാണ് ബ്രഹ്മദേവൻ പഞ്ചഭൂതാത്മകമായി. വീട്ടിൽ നിന്ന് വരുമ്പോൾ കണ്ണാടി നോക്കിയില്ലേ? നോക്കിയിട്ടാണ് തീരുമാനിച്ചത്. വെളുത്തിട്ടാണ്, കറുത്തിട്ടാണ്, പൊക്കം കൂടിയിട്ടാണ്, പൊക്കം കുറഞ്ഞിട്ടാണ്, സുന്ദരനാണ്, സുന്ദരിയാണ് അല്ലേ? നമ്മളൊക്കെ അങ്ങോട്ട് നിശ്ചയിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ആ കണ്ണാടിയിൽ കണ്ടതാണോ നിങ്ങൾ? ആണോ? ഇനി കണ്ണാടി നോക്കുമ്പോൾ നിങ്ങളൊന്ന് ചോദിക്കണം, ഞാനാണോ നീ? ചോദിക്കോ? ചോദിക്കാൻ മനസ്സ് പ്രാപ്തമായി എന്ന് തോന്നുമ്പോൾ ചോദിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഗുരുവായൂർ ഭഗവാന്റെ മുമ്പിൽ, അല്ലയോ ഭഗവാനെ, എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചു അല്ലേ? കലികാലത്തിൽ ധർമ്മം ആശ്രയിച്ചതുപോലെ എല്ലാ ഭക്തന്മാരും ആ ഭഗവാനെ ആശ്രയിച്ചതുപോലെ സാക്ഷാൽ പട്ടേരിപ്പാട് അവിടെ തന്നെ ഇരുന്ന് ഭഗവാന്റെ ദിവ്യമായിരിക്കുന്നതായ ആ രൂപത്തെ തൻ്റെ ഉള്ളിൽ ചുറ്റും അവിടെ വരുന്ന ഭക്തജനങ്ങളിലും ഒക്കെ കണ്ട്, അവിടെ ഒഴുകുന്ന ശബ്ദത്തിലും അവിടുത്തെ ഗന്ധത്തിലുമൊക്കെ നുകർന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അവിടെയുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് പട്ടേരിപ്പാടിനോട് ഇങ്ങനെ പറയുന്നുണ്ട്, വൈകുന്നേരമായി, അത്താഴ പൂജ കഴിഞ്ഞു, എല്ലാവരും ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ പട്ടേരിപ്പാടിനോട് പറഞ്ഞു, അല്ല പട്ടേരി എന്താ വരുന്നില്ലേ? അപ്പോൾ പട്ടേരി ചോദിച്ചു, എങ്ങടാ വരണ്ടേ? എന്താ ചോദിച്ചു. അല്ല ആട്ടം കാണാൻ വരുന്നില്ലേ ചോദിച്ചു അല്ലേ? അത്താഴ പൂജ കഴിഞ്ഞാൽ അപ്പുറത്ത് ആട്ടം അല്ലേ, കൃഷ്ണനാട്ടം കാണാനുള്ള തിരക്കായി അവിടെ ഓടുകയാണ്. അപ്പോൾ പട്ടേരി ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, അതിനേക്കാളും വലിയ ആട്ടം ഞാനിതാ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഹൈ, അതെന്താ ആട്ടമായി കാണണേ പട്ടേരി ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് യകൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലത് ഭാനുദീപം ശശ്വത് സന്തുഷ്ട സംപ്രേക്ഷകമഖില ജഗത് ഭ്രാന്തിനാട്യം വിതത്യ കർമ്മൗഘോച്ചണ്ഡമാർദ്ദംഗികലയവശഗാൻ വാസനാഗാനസക്രാൻ ജീവച്ഛാത്രാൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സോസ്തു ഭൂതി ആണ് ശ്ലോകം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു അരങ്ങാക്കിയിട്ട് ആ അരങ്ങിൽ രാത്രിയാകുന്ന കർട്ടനങ്ങൾ ഉയർത്തുന്ന സമയത്ത് സൂര്യനാകുന്ന കളിവിളക്ക് തെളിയിച്ച് അതിൽ നമ്മളെപ്പോലെയുള്ളതായ ജീവന്മാരാകുന്ന ഛാത്രന്മാരെ കൊണ്ട്, നടന്മാരെ കൊണ്ട് ഓരോ വേഷങ്ങൾ കെട്ടിച്ച് നമ്മുടെ കർമ്മങ്ങളാകുന്ന മൃദംഗധ്വനികളെ കൊണ്ടും നമ്മുടെ വാസനകളാകുന്ന ഗാനങ്ങളെ കൊണ്ടും ഓരോരോ വേഷം കെട്ടി ഓരോ ആട്ടം ആടിച്ചുകൊണ്ട് അത് സ്വയം അഭിരമത്തെ ക്രീഡയൻ സ്വസ്തുഭൂതി, സ്വയം കണ്ടുകൊണ്ട് ആസ്വദിച്ച് ആനന്ദിച്ചുകൊണ്ട് വർത്തിക്കുകയാണ് സാക്ഷാൽ ഭഗവാൻ ഗുരുവായൂരപ്പൻ. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെ ആട്ടമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പട്ടേരിപ്പാട് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ പ്രപഞ്ചമാകുന്നതായി അരങ്ങത്ത് ഈ കളി ഒരുക്കിയതാരാ? ഭഗവാൻ തന്നെ. ഈ കളിയായി സ്വയം അതിൽ നമ്മളെ കൊണ്ടൊക്കെ വേഷം കെട്ടിച്ച് നമ്മുടെ ഉള്ളിലിരുന്ന് ഈ ആട്ടം ആടുന്നതാരാ? അതും ഭഗവാൻ തന്നെ. അങ്ങനെ ഈ ആടുന്നതായി ആട്ടത്തെ സ്വയം കണ്ട് ആസ്വദിക്കുന്നതാരാ? അതും ഭഗവാൻ തന്നെ. അതുകൊണ്ടാണ് നിങ്ങളോട് വീട്ടിൽ പോയോ എന്ന് കണ്ണാടി നോക്കുമ്പോൾ ചോദിക്കാൻ പറഞ്ഞത്, ആരാണ്? നീ തന്നെയാണോ ഞാൻ എന്ന് അല്ലേ? അപ്പോൾ ഈ ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്നല്ല, എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം സൂചനയൊക്കെ ഞാൻ തന്നു എന്നാണ് അർത്ഥം. നിർത്തുകയാണ്. അപ്പോൾ ഈ ശ്ലോകം കണ്ടിട്ടുണ്ടോ? കാണണമെന്ന് ആഗ്രഹമുള്ളവരൊന്ന് കൈവക്കണം. ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതും കൂടി പറഞ്ഞിട്ടാ പോവാം. വേഗം നിർത്തുകയാണ്. ഈ ആഗ്രഹിക്കുന്നവരൊക്കെ ഇപ്പം തന്നെ എൻ്റെ ഒപ്പം പോരണം. വരുമോ? കയ്യിലൊന്നും എടുക്കണ്ട, പോന്നോളൂ. പോരല്ലേ? ഇതിപ്പോൾ ഏതാ സ്ഥലം? മൂടപ്പുഴ അല്ലേ? അപ്പോൾ
ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങോട്ട് കടന്നാലാണ് തൃശ്ശൂർക്ക് വണ്ടി കിട്ടുകയെന്ന് എനിക്കറിയില്ല. നടക്കാം, നടന്നുവാ, എൻ്റെ ഒപ്പമല്ലേ എല്ലാവരും. അപ്പോൾ ഇതാ ഒരു വണ്ടി വരുന്നുണ്ട് തൃശ്ശൂർക്ക്. കയറിയോ? കയറി. തൃശ്ശൂർ നമുക്കൊന്ന് ഇറങ്ങാം. എനിക്ക് അറിയണ പോലെയേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ ഇറങ്ങിയിട്ട് ഒന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് നടന്ന ആ സ്റ്റാൻഡിൻ്റെ അപ്പുറത്ത് ഗുരുവായൂർ വണ്ടി കിടക്കുന്നുണ്ട്, അങ്ങോട്ട് കയറാം. കയറിയോ? സീറ്റൊക്കെ ഉണ്ട് എല്ലാവർക്കും. കയറിയില്ലേ? എന്നാൽ പോവാം. പോയി ഇതാ നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തി. സാമവേദ ചിറകടികളോടെ ആ ചിറക് വിരിച്ച് നിൽക്കുന്നതായ ഗരുഡനെ കണ്ടുവോ? അടുത്ത് തന്നെ ആ രാമകൃഷ്ണ നാമം ചൊല്ലിക്കൊണ്ട് ഒരു സാധു ബ്രാഹ്മണൻ നിൽക്കുന്നുണ്ട് അല്ലേ? മനോഹരമായ കാറ്റിലിങ്ങനെ ഭഗവാന്റെ നാമം ചൊല്ലിക്കൊണ്ട് മഞ്ജുളാലിങ്ങനെ ഇലകളിങ്ങനെ കൈകൊട്ടി താളം പിടിക്കുന്നത് പോലെ ആ ശബ്ദം കേൾക്കുന്നുണ്ടോ? അവിടെ നിങ്ങളുടെ ആ രാജവീതിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ പലതരം ശബ്ദങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ നമ്മുടെ കാതിലേക്ക് വരും അല്ലേ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ സാന്ദ്രാനന്ദാവബോധാത്മകമനുപ നടന്നില്ലേ? കൊടിമരത്തിൻ്റെ അവിടെ എത്തി. ഇപ്പം എന്താ ചെയ്യുക? നല്ല വരിക. എന്താ ചെയ്യുക? കുറച്ച് നേരം നമുക്ക് അപ്പുറത്തിരിക്കാം. ഇടത്തെ ഭാഗത്ത് കുറച്ച് കസേരയൊക്കെ കാണാം. കയറിയോ? അവിടെ കുറച്ച് നേരം ഇരിക്കാം. ഇരുന്നോ? ഇരുന്ന് കഴിഞ്ഞാൽ നേരെ നോക്കുക, ഇതുപോലെ ഒരു വേദി കാണാം. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും മലയാളത്തിലും സംസ്കൃതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. യകൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലത് ഭാനുദീപം ശശ്വത് സന്തുഷ്ട സംപ്രേക്ഷകമഖില ജഗത് ഭ്രാന്തിനാട്യം വിതത്യ കർമ്മൗഘോച്ചണ്ഡമാർദ്ദംഗികലയ വശകാൻ വാസനാഗാനസക്രാൻ ജീവഛാത്രാൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സോസ്തു ഭൂത്യൈ. പ്രപഞ്ചമാകുന്ന നാടകം, ആ നാടകം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാന്റെ അതിമനോഹരമായ ഭാവത്തെ വർണ്ണിച്ച മേൽപ്പത്തൂരിൻ്റെ ഈ ശ്ലോകം, ഇനി ഇതിനേക്കാളും മനോഹരമായ ഒരു ഇടമില്ല അത് എഴുതി വയ്ക്കാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഗുരുവായൂർ പോകുമ്പോൾ ഈ ശ്ലോകം വായിക്കില്ലേ? മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുറച്ച് നേരം ഇരിക്കില്ലേ? ഇതൊരു 10 പ്രാവശ്യം വായിക്കില്ലേ? വായിക്കുമ്പോൾ എന്നെ ഓർമ്മിക്കുമോ? അത് മതി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. എന്തായാലും സർഗവിസർഗാദി ലക്ഷണങ്ങളോടുകൂടിയ ഭാഗവതത്തിലെ 2-ാമത്തെ സ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായവും ചതുശ്ലോകി ഭാഗവതവുമായി ബന്ധപ്പെടുത്തി ഈ പ്രപഞ്ചത്തിൻ്റെ കാരണതത്വത്തെക്കുറിച്ച്, ഭഗവാൻ സ്വയം ഈ പ്രപഞ്ചമായി പരിണമിച്ചു എന്ന തത്വത്തെക്കുറിച്ച് പറയാനായി എന്നെ ഏൽപ്പിച്ച ഗുരുവായൂരപ്പൻ എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തി എനിക്ക് നല്ലൊരു സദസ്സ് തന്നു. നിങ്ങളുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഈ വാക്കുകൾ അർച്ചനയായി സമർപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഗുരുവായൂരപ്പൻ്റെ പാതാരവിന്ദങ്ങളെ നമസ്കരിക്കാൻ എനിക്ക് അവസരമൊരുക്കി തന്നു.